നമുക്ക് ചേമ്പല വെള്ളം ഒഴിക്കുന്ന പോലെ സാധനം കാണുന്നത്. 399, അതും ബ്രാൻഡഡ്. ഇവിടെ അല്ല, കംഫർട്ടബിൾ ആണ് എല്ലാവർക്കും. അത്യാവശ്യം പറ്റിയ റേഞ്ചിനുള്ള തന്നെ ഉണ്ട്. 1999 MRP വരുന്നത് ഇപ്പൊ വെറും 399 രൂപ. ഇത് പ്രൂഫിന് വേണ്ടി ഇങ്ങനെ ഇത് വേണമെന്നുണ്ടെങ്കിൽ മേഡം ഊരി കഴിയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തണുപ്പോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നുണ്ടോ മേഡം തന്നെ നോക്കിയാൽ 3499 രൂപ ലൈവ് MRP. പക്ഷെ നമുക്ക് കിട്ടുന്നത് വെറും 999 രൂപയ്ക്ക് നമ്മളിവിടെ കൊടുക്കും. മഫ്ലർ ക്യാപ്പർ വെറും 299 രൂപ നമുക്ക് വരുന്നത്. ഇനി മേഡം തന്നെ പേപ്പർ എടുത്ത് നോക്കിയോ, എവിടെയെങ്കിലും നനഞ്ഞിട്ടുണ്ടോ നോക്കിയോ. ഉണ്ട് ഏകദേശം എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മിപ്പോ കണ്ടറിഞ്ഞ് വന്നതായതുകൊണ്ട് എല്ലാരും അത്യാവശ്യം ഉണ്ട് സാധനങ്ങളൊക്കെ. -10 വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ജാക്കറ്റാണ് നമുക്ക് ഈ കിടക്കുന്നത്. MRP റേറ്റ് വരാൻ നേരത്തെ എങ്ങനെ നോക്കിയാലും 4299 രൂപ. നമ്മുടെ റേറ്റ് വരുമ്പോൾ വെറും 1399 രൂപ. നമുക്ക് ആവശ്യമുള്ള സാധനം തിരഞ്ഞെടുക്കാം. അവിടെ 100% വാട്ടർ പ്രൂഫ് ആയിട്ട് വരുന്ന ആർട്ടിക്കിൾ ആണ് പറയുന്നത്. അകത്തോട്ട് നോക്കിയാൽ ഫറിന്റെ ഫില്ലിംഗ് കാണാം. ഇത് 3 എണ്ണം കൂടെ നമുക്ക് വെറും 5999 വരെ വരുന്നുള്ളൂ. ഇത് കിടക്കുന്ന ഏതെടുത്താലും 399 രൂപ. എവിടെ സ്ഥലം? വയനാടാ. ഈ MRP കൊടുക്കണം. നമ്മൾ എടുത്ത് വരുവാണെങ്കിൽ ആ MRPക്ക് 2 എണ്ണം മസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാം. റേറ്റ് നല്ല ഓഫറാണ്. ഇത് നമുക്ക് വരുന്നത് ചെൽസി ബൂട്ട് എന്നാണ് പറയുന്നത്. ചെൽസി ബൂട്ട് ബ്രോങ്കോ ആണ് ഇതിന്റെ ഓതറൈസ്ഡ് സെല്ലർ. നമ്മളിൽ മാത്രമേ ഈ സാധനം കാണത്തുള്ളൂ. അപ്പർ ലോവർ 799 രൂപ മാത്രമേ നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ. 199 രൂപ റേറ്റ് നമുക്ക് ഈ ഒരു സാധനത്തിന് വരുന്നുള്ളൂ. അതായത് കോപ്പി കാര്യങ്ങളൊന്നും അല്ല, ഒറിജിനൽ ബ്രാൻഡാണ്. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പുറത്തേക്ക് പോകാൻ നിൽക്കാണോ? പൈസക്ക് നല്ല ഷോർട്ടേജ് ഉണ്ടല്ലേ? എന്നാൽ ഒട്ടും കുറയ്ക്കാണ്ട് തന്നെ നല്ല ടിപ്പ് ടോപ്പിൽ ബ്രാൻഡഡ് ഇട്ടിട്ട് തന്നെ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. പുറത്തേക്ക് തന്നെയല്ല കേട്ടോ, ഇപ്പോൾ റൈഡായാലും ഏതൊരു സ്ഥലത്തേക്കായാലും നമുക്ക് നമ്മുടെ പോക്കറ്റിൽ ഒതുക്കാവുന്ന പൈസക്ക് നമുക്ക് കളക്ഷൻസ് മേടിക്കാം. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലുവയിലാണ്. ആലുവയിൽ എന്ന് പറയുമ്പോൾ ആലുവ പുളിഞ്ചോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പുളിഞ്ചോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കാണുന്നതാണ് സിഗ്നൽ. അപ്പോൾ ഈ സിഗ്നൽ തൃശ്ശൂർ ഭാഗത്ത് എന്ന് വെച്ചാൽ ആ സൈഡിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ ഈ സിഗ്നൽ കഴിഞ്ഞ വർഷം തന്നെ ഇങ്ങോട്ട് വണ്ടി ടേൺ ചെയ്തോ. ഇനിയിപ്പോൾ എറണാകുളം ഭാഗത്ത് നിന്ന് ആ സൈഡിൽ നിന്നാണ് വരുന്നത് വെച്ചാൽ അതെ ഇവിടെ ഒരു സിഗ്നൽ കാണുന്നുണ്ടല്ലോ, ആ സിഗ്നലിന് അവിടെ നിന്ന് ഡയറക്റ്റ് ഇവിടെ വണ്ടി പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഇനി പില്ലർ നമ്പർ വരുന്നത് 58 58. അതിൻ്റെ ജസ്റ്റ് അടുത്തായിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് എന്നാണ് പറയുക. ആ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് വരുന്നത് രാജധാനി ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ പോകാൻ പോണത്. അതും ഫുൾ ബ്രാൻഡഡ് നമുക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന കളക്ഷൻസ്. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ബ്രോങ്കോ ഫാക്ടറി ഔട്ട്ലെറ്റ്. ഇവിടെ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഭയങ്കര രസകരമാണ്. നമുക്ക് എന്തായാലും ഉള്ളിൽ പോയി നോക്കാം. ഈ സൈഡിലിട്ടോ കയറിയ വശം തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം കേട്ടോ, ഫുൾ ബ്രാൻഡഡ് ആയിരിക്കണത്. അതും നല്ല ഡിസ്കൗണ്ടോട് കൂടിയിട്ട് MRPനേക്കാളും ഭയങ്കര റേറ്റ് കുറവിന്. വാ, അടിപൊളി സെറ്റപ്പ് കേട്ടോ. ഫുള്ള് ഇവിടെ ഷൂസ്, ജാക്കറ്റ്സ്, അതുപോലെ ഓഫേഴ്സും കാണുന്നുണ്ട്. ഇവിടുത്തെ സാറിന്ന് കിട്ടാൻ സാറാ ഇങ്ങോട്ടാണോ? ഇങ്ങോട്ട് വായോ, അവിടെ ഒളിച്ചിരിക്കാണ്ട് നമ്മുടെ സാറെ ഒന്ന് കിട്ടണ്ടേ. സാറിനെ കിട്ടുന്നേക്കാളും മുന്നേ എനിക്കൊരു ആളെ ഒന്ന് പരിചയപ്പെടുത്തണം. ആളെ അല്ല പരിചയപ്പെടുന്നത്, ആക്ച്വലി കസ്റ്റമർ അല്ലേ. ഞാനൊരു റിവ്യൂ എടുത്തോട്ടെ. ഇരുന്നോ, അവിടെ ഇരുന്നോ, ഷൂ ഇട്ട് നോക്കിക്കോളൂ. എവിടെ സ്ഥലം? വയനാടാ. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നേ? ഇവിടെ വേറെ വർക്കിന് വന്നപ്പോ ഇവിടത്തെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത്? ഞങ്ങള് ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കയറി. പിന്നെ ഡെയിലി അപ്ഡേറ്റ് ആവും. ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? 20 ഗ്രൂപ്പ്. ഓക്കെ, ഒരാരെന്തോന്നൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ട്രയൽ ചെയ്യണ കണ്ടപ്പോ ഇപ്പൊ എവിടേക്ക് പുറത്താണെന്ന് തോന്നുന്നു. എന്താ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ വണ്ടി പോയിട്ട് ക്യാമറ. ഓക്കെ, എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇപ്പൊ നമ്മുടെ സൈസസ് കാര്യങ്ങളല്ലോ? എങ്ങനെ നമുക്ക് ഷൂസിന്റെ ഇത്രയും കളക്ഷൻസ് കണ്ടിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ എങ്ങനെയാ? നല്ലതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനം തിരഞ്ഞെടുക്കാം അവിടെ. മറ്റുള്ളവർ അങ്ങനെയല്ല, കുറച്ച് സാധനം വെച്ചിട്ട് അതിൽ നിന്ന് പിക്ക് ചെയ്യണ പോലെയല്ല. ഏത് മോഡലാണ് ഇവിടെ ഉണ്ട്. ഓ ഗ്രേറ്റ്. എന്താ പേര്? എന്റെ പേര് ജോയൽ. ജോയൽ ഒക്കെ ടെസ്റ്റാണ് വരുന്നത്. എന്റെ മോന്റെ പേരും അതൊക്കെ. എടുവാ, എനിക്ക് നിന്നെ പിന്നെ വീഡിയോയിൽ എടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് എടുത്തോളൂ. ഇതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോണോ? നോർമലി ഹെയർ ആണ്. കൈ വെച്ചോട്ടെ ഉള്ളിലേക്ക് പോവോ? കൈ ഇങ്ങനെ വെച്ചാൽ ഉള്ളിലേക്ക് കയറില്ല. എന്തായാലും നീ കൂടെ വന്നതാണ്, നീ ഒന്നും എടുക്കുന്നില്ല? ഇല്ല, പുള്ളിക്ക് എടുക്കാവുന്ന. എന്താ നിനക്ക് കണ്ടോടത്തോളം മൊത്തത്തില് ഒരു ഗെറ്റപ്പ് എങ്ങനെ തോന്നി? കണ്ടോടത്തോളം അത്യാവശ്യം കളക്ഷൻ ഉണ്ട്.
അതായത് ബ്രാൻഡഡ് എല്ലാ ബ്രാൻഡഡിന്റെ അത്യാവശ്യം എല്ലാ കളക്ഷനും കാണുന്നത്. ഇനി ബ്രാൻഡഡ് ആണെന്ന് പറഞ്ഞു, ഈ ബ്രാൻഡഡ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ മൈൻഡിൽ പറയുമ്പോൾ റേറ്റ് കൂടുതലാണ്. ഇവിടെ അല്ല, കംഫർട്ടബിൾ ആണ് എല്ലാവർക്കും, അത്യാവശ്യം പറ്റിയ റേഞ്ചിനുള്ള തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് വെറുതെ ആയില്ലല്ലോ, പുറത്തേക്ക് പോകാൻ പോക്കറ്റ് കാലിയായി ഷോർട്ടേജ് ആണെന്ന് പറയുകയാണെങ്കിൽ അതെ ഇങ്ങോട്ട് പോകുന്നത്. ഇങ്ങോട്ടാണ് നമ്മുടെ എങ്ങനെ വരേണ്ടത്? അതാണ്. ഓക്കെ, ഇനി നമ്മൾ ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. സാറേ എന്ന് പറഞ്ഞപ്പോ ഒരാളെ ചൂണ്ടിക്കാണിച്ചു. ആരാണ്? ഞങ്ങൾ ഇവിടുത്തെ ഒരു ചെറിയ മാനേജറാണ്. എന്റെ പേര് സുബിൻ. ഓക്കെ സുബിൻ, ഹായ്, വെൽക്കം ടു ദിസ് വീഡിയോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഇവിടെ ഓഫേഴ്സിനേക്കാൾ ഉപരി ഞാൻ ഇവിടെ കേട്ടത് ബ്രാൻഡും റേറ്റ് കുറവാണെന്നാണ് കേട്ടിരിക്കുന്നത്. ഇത് സത്യമാണോ? സത്യമാണ്. എന്താ വെച്ചാല് ഞാൻ ഇവരെ കുറെ വീഡിയോസും കണ്ടിരുന്നു. ഈ വീഡിയോസിന്റെ താഴെ കുറെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് സത്യമാണോ, അത് ജെന്യൂൻ ആണോ, എന്താണ്, ഇവിടെ കടയുണ്ടോ, ഇതൊക്കെ അറിയാൻ കൂടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ കമന്റ്സും അതിന് നെഗറ്റിവിറ്റിനെ കുറിച്ചിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷെ ഇവിടെ എന്താണ് ആദ്യം ഉള്ളത് അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇവിടെ കാണുന്നത് മൊത്തം സ്പെഷ്യൽ ഓഫറാണ്. ഇതിനെ വെച്ച് തുടങ്ങാം നമുക്ക്. നമുക്കിപ്പം മേഡം നോക്കി, നമുക്ക് ഈ ഇരിക്കുന്ന ബ്രാൻഡ് ഓൾമോസ്റ്റ് കാണാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് ഇത് ഓൾമോസ്റ്റ് നമുക്ക് എങ്ങനെ വേണമെന്ന് ഇപ്പോൾ ഇവിടുന്ന് ഒരു ബോക്സ് MRP എടുത്തു എങ്ങനെ നോക്കിയാലും റേറ്റ് വരുന്നത് ഇത് കണ്ടോ. ഇപ്പോൾ ബോക്സ് MRP വരാൻ 3499 രൂപ MRP വരുന്ന ആർട്ടിക്കൽ. നമ്മൾ കൊടുക്കുന്നത് വെറും 999 രൂപ നമ്മളിവിടെ കൊടുക്കുന്നത്. ശരി, MRP കൊടുക്കണ്ട. MRP പ്രൈസ് വരുന്നത് 3499 രൂപ ലൈവ് MRP. പക്ഷെ നമുക്ക് കിട്ടുന്നത് വെറും 999 രൂപയ്ക്ക് നമ്മളിവിടെ കൊടുക്കും. അത് എപ്പോഴും ഇങ്ങനെ ബ്രാൻഡ് മാറിക്കൊണ്ട് എപ്പോഴും നമുക്ക് ഇപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം മേഡം വരുമ്പോൾ ഇത് തന്നെ ആയിരിക്കണമെന്നില്ല. എന്നാലും നമുക്ക് സാധനം ഉണ്ടാവും. ബ്രാൻഡ് മാറും, ഐറ്റം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ റേറ്റ് നമ്മുടെ മാറത്തില്ല. അതാണ്. അതുപോലെ തന്നെ ഈ ഒരു ബ്രാൻഡ് മേഡം നോക്കി, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ബ്രാൻഡാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ബ്രാൻഡ് നോക്കിക്കോ, നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ ഇവിടെ നോക്കിയതേ ബോക്സിന്റെ ഇതിന്റെയും നോക്കിക്കോ, ബോക്സിന്റെ MRP നോക്കിക്കോ. നമുക്ക് വരാൻ നേരത്തെ ലൈവ് കാണാം. ഓൾമോസ്റ്റ് ലൈവ് നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാണ്. ഏത് ബോക്സ് എടുത്താലും അതിൽ MRP പ്രൈസ് ബ്രാൻഡഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എന്തായാലും 1000, 2000, 3000, 4000 ആ റേഞ്ചിലേക്കൊക്കെ പോവാ. പക്ഷെ നമ്മുടെ റേറ്റ് ഇവിടെ വെറും 1599 രൂപയ്ക്ക് നമ്മളോട്. അത് ഇഷ്ടമുള്ളത് ഏതാണെങ്കിലും എടുത്ത് പിക്ക് ചെയ്തോ, വന്ന് നോക്കാൻ ഇടാതെ. അതുപോലെ സൈസസിനെ കുറിച്ചിട്ട് മേഡം സൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളില് ഇതിപ്പോ ഇതിന്റെ ഒരു ഞാൻ മേഡം ഇപ്പൊ പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം വെച്ച് ഞാൻ പറയുവാണ്. അപ്പൊ നമ്മുടെ ഒരു നെഗറ്റീവ് കമന്റ് എല്ലാവരും പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈസ് കിട്ടത്തില്ലെന്ന് പറയാം. അപ്പം ഇതിനകത്തൊരു പ്രശ്നമാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ഈ ഒരു സാധനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇത് നോക്കിയാൽ UK സൈസ് നമുക്ക് വരുന്ന 9 വരുന്നത്. 9 സൈസാണ് വരുന്നത്. ഈ സെയിം മോഡല് മേ ബി ഇവിടെ ഒരെണ്ണം ഇരിപ്പുള്ളതുകൊണ്ടാണ് നമുക്കത് ആ ഒരു സാധനം ചിലപ്പോൾ 9 കാണത്തുള്ളൂ. അപ്പം ഈ ഒരു സാധനം നമുക്ക് കറക്റ്റ് ബ്രാൻഡിൽ നിന്ന് നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന ആർട്ടിക്കിൾ, അതായത് വേറെ ഹൗസിലും അതുപോലെ തന്നെ ബ്രാൻഡിന്റെ സ്റ്റോറിലും നമുക്ക് എക്സസ് ആയിട്ട് വരുന്നത്. അപ്പം അവരുടെ ഏത് പീസാണോ ഉള്ളത് അതേ നമ്മളിലോട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനി എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ നമ്മളെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സർപ്ലസ് എന്ന് പറയുമ്പോൾ ഫാക്ടറിയിൽ നിന്ന് ഇപ്പൊ 2026 അപ്പൊ 2025 ഈ ഷോറൂം ഇവരുടെ ഇപ്പൊ പ്യൂമ ആയാലും HR ആയാലും ഏത് ഷോറൂമിൽ ഇരിക്കുന്നത് 2026 ആർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ 2025 എന്ത് ചെയ്യുവാന്? അത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മളെപ്പോലുള്ളൊരു കമ്പനി സൈഡ് എടുത്ത് നമ്മൾ ഇതുപോലെ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ പുറത്ത് പോയി കമ്പനി പോയി മേടിക്കുമ്പം ഈ MRP കൊടുക്കണം. നമ്മളെടുത്ത് വരുവാണെങ്കിൽ ആ MRPക്ക് 2 എണ്ണം മസ്റ്റായിട്ട് കൊണ്ടുപോകാം. അതായത് 1599 രൂപ ഉള്ളത്. ഈ ഒരു റേറ്റ് വെച്ച് പുറത്ത് പോയി മേടിക്കും നമുക്ക് എങ്ങനെ നോക്കിയാലും 2 എണ്ണം ഇവിടുന്ന്. അപ്പൊ ബ്രാൻഡായി പോക്കറ്റിൽ ക്യാഷ് പോയി രണ്ടോ നമുക്ക് ഈസി ആയിട്ട്. ഇനിയിപ്പോ ഇവിടെ ഷൂ മാത്രമല്ല കേട്ടോ, അല്ലാത്ത കുറെ ഐറ്റംസ് ഉണ്ട്. പിന്നെ എനിക്ക് ബാക്ക് സൈഡിൽ കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആ ഒരു ബൂട്ടിനെ കുറിച്ചിട്ട് എനിക്ക് പറയണമെന്നുണ്ട്. സൂപ്പർ. എവിടെയും നമുക്ക് ഇങ്ങനെ കളക്ഷൻസ് ഇതുപോലെ കിട്ടില്ല അല്ലെ? ഇതുപോലെ കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. കിട്ടാണെങ്കിൽ തന്നെ ഒരു ചിലപ്പോൾ ഒരു 10 പീസ് അല്ലെങ്കിൽ ഒരു 20 പീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു കടലിന്റെ അത്രയ്ക്കും നമുക്ക് കളക്ഷൻസ് ഉണ്ട്. അത്രയ്ക്കും കളക്ഷൻസ്. ഇപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഇത് ശരിക്കും ആക്ച്വലി പുറത്തേക്ക് പോകാൻ മാത്രമാണോ നമുക്ക് സെമി ആയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിൾസ് ഉണ്ട്, പുറത്തോട്ട് പോകാൻ പറ്റുന്ന ആർട്ടിക്കിൾസ് ഉണ്ട്. 2 രീതിയിലുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു -20 വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇതാ നമുക്കിപ്പോ ഞാൻ പുറത്തേക്കൊന്നും പോകാത്ത കാരണം നമുക്കറിയില്ല. എന്നാലും നമുക്ക് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്? ഇതാ നമുക്ക് ലെതറാണോ? ലെതറാണ് വരുന്നത്. ഇതിപ്പം മേഡം ജസ്റ്റ് ഒരു ബ്രാൻഡ് നോക്കും. ഇതിപ്പം നമുക്ക് വരുന്ന ബ്രാൻഡ് ജസ്റ്റ് കാണാം ആർട്ടിക്കിൾ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓൾമോസ്റ്റ് നമുക്കൊരു -10 തൊട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിളാണ്. അപ്പം 100% വാട്ടർ പ്രൂഫ് ആയിട്ട് വരുന്ന ആർട്ടിക്കിളാണ് വരുന്നത്. അകത്തോട്ട് നോക്കിയാൽ ഫറിന്റെ ഫില്ലിങ് കാണാം. അപ്പോൾ പുറത്തോട്ടൊക്കെ പോകുന്നവർക്ക് ഒന്നുകൊണ്ടും പേടിക്കാനല്ല, നേരെ ബ്രോങ്കോയിലോട്ട് വന്നാൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഈ പഠിക്കാൻ പോണ പിള്ളേര് അല്ലെങ്കിൽ ഇപ്പൊ അവിടെ തന്നെ മേടിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ആൾക്കാർ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് പോവുക ചെയ്യും. ഇത് നമുക്ക് പെട്ടിയിൽ നിറച്ചു. ഇനി പെട്ടിയിലെ റേറ്റ് പറയുമ്പോൾ പെട്ടിയും ഉണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് മാത്രമല്ല, നമുക്ക് പെട്ടിയിൽ വെച്ച് പോകാനായിട്ടുള്ള പെട്ടി
അപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമൽ ഇപ്പൊ നമുക്ക് മഞ്ഞളിടാം, അതുപോലെ തന്നെ നമുക്കിത് മഞ്ഞളിടാൻ നോർമലായിട്ട് സെമി ആയിട്ട് നമുക്ക് ഇപ്പം ഈ ഒരു ഫർ വരുന്നതല്ല, നോർമലായിട്ട് ഇത് കണ്ടോ, ഇതിപ്പോൾ ചെൽസി ബൂട്ടാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഇവിടെ നോർമലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിളാണ് വരുന്നത്. ഇത് കണ്ടോ, ഫുള്ളി ലെതർ ബേസ് ആയിട്ട് വരുന്ന ആർട്ടിക്കിൾസ് ആണ് നമുക്ക് വരുന്നത്. ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഗെറ്റപ്പ് അടിപൊളിയിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ ഇതിന്റെ പല മോഡൽസ് ഉണ്ട്. ഇപ്പൊ ആക്ച്വലി ഇതിന് ബൂട്ട് തന്നെയല്ലേ പറയാ, ഷൂ. ഇത് നമുക്ക് വരുമ്പോൾ കാഷ്വൽ ഷൂസ് ആണ്. ഇത് വരുമ്പോൾ ബൂട്ട്സ് വരുന്നുണ്ട്. ഇത് നമുക്ക് വരുന്നത് ചെൽസി ബൂട്ട് എന്നാണ് പറയുന്നത്. ചെൽസി ബൂട്ട്. അങ്ങനെ കുറെ പേരുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ എന്തായാലും കൂടുതൽ ഇവരുടെ കളക്ഷൻസ് ഒക്കെ ഇപ്പൊ ഈ കാണിച്ചത് തന്നെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല, എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ട് നമുക്ക് ഓരോ 3 ദിവസം കൂടുമ്പോഴേ നമുക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടേ. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈസസ് ഒരാൾ എന്ന് പറയുമ്പോൾ അത് മേടിച്ചുകൊണ്ടേ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൈസ് നമുക്കിപ്പോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് സൈസ് ഞാൻ പറഞ്ഞു ഇപ്പൊ ഓൾറെഡി ഇതിനകത്ത് കാണാം 4 സൈസിലുള്ള ബൂട്ട് ഇത് ഒരെണ്ണേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തോട്ട് 4 കാണത്തില്ല. ചെറിയ കുട്ടികളുടെ സർപ്ലസ് വരുന്നതുകൊണ്ട് മേ ബി കയറി വരാം, ഒന്നും പറയാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്താ സർപ്ലസിന്റെ ദോഷം. അതാണ് വന്നാ കിട്ടി, പക്ഷെ കിട്ടിയ അടിപൊളിയായിട്ടാണ്. അതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. രണ്ടും ഉണ്ട്, പക്ഷെ കിട്ടിയ ലക്ക് എന്ന് തന്നെ പറയാം. അതും റേറ്റ് കുറവിന് നമുക്ക് നല്ല പ്രോഡക്റ്റ് കിട്ടും. ഇനിയിപ്പോ ഇതില് വേറെ നമുക്ക് ഈ വെള്ളത്തിലൊക്കെ ആവാത്ത ജാതി ഷൂ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഉണ്ട് ഇവിടെ 100% വാട്ടർ പ്രൂഫ്. എവിടെ എടുക്ക് സാധനം എടുക്ക്. എന്തായാലും അത് സ്റ്റാഫിനോടൊന്ന് പറയട്ടെ ഒരു സെക്കൻഡ്. അതെ, നമ്മുടെ വെള്ളം എത്തി. വെള്ളം പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എത്തി. ഇത് എവിടെയെങ്കിലും വെച്ചോന്ന്, ഇത് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വെച്ചേ. നമുക്ക് ഇനി ഡെയിലി ഇതിന്ന് ഒരു ബൂട്ട് എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തല്ലേ. ഈ ബൂട്ട് എടുത്താലോ? നമ്മൾ വെള്ളത്തിൽ മുക്കാൻ പോവാണ്. പ്രൂഫ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണ്ട. എന്തായാലും ഇതിനകത്തോട്ട് ഞാനൊരു പേപ്പറും കൂടെ വെച്ചേക്കാം. അപ്പൊ നനയുന്നുണ്ട്, നമുക്ക് ആ പേപ്പർ നനയുമ്പോൾ അറിയാം. ഓക്കെ. അപ്പൊ ഇതിന്റെ ഈ ഒരു ബൂട്ട് ബ്രാൻഡ് ജസ്റ്റ് നോക്കുക, അഡ്വെഞ്ചർ എന്നാണ് നമുക്ക് ബ്രാൻഡ് വരുന്നത്. ബ്രാൻഡ് കൂടി നോക്കാം. ഈ ഒരു ലൈവ് സംഭവം കാണിക്കാൻ വേണ്ടിട്ട് ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിച്ച് ഈ ഒരു ലൈവ് കാണാൻ വേണ്ടിട്ട് എത്ര ജനങ്ങൾ അവരെ ഇത്ര നേരം ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടാ. എങ്ങനെയാണ് ഈ സംഭവം വർക്ക്ഔട്ട് ചെയ്യണത്? നോക്കിക്കോ ലൈവാണ്. ഓക്കെ, സ്റ്റാർട്ട്. നമുക്ക് ഇത് ഏതാ ബ്രാൻഡ് വരുന്നത്? അഡ്വെഞ്ചർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് നമുക്ക് വരുന്നത്. ഓക്കെ. ഇത് ആർട്ടിക്കിൾ ശരിക്കും പറഞ്ഞാൽ 100% വാട്ടർ പ്രൂഫ് ആയിട്ട് വരുന്ന ആർട്ടിക്കിളാണ്. അപ്പം നമ്മളിത് ബ്രോങ്കയാണ് ഇതിന്റെ ഓതറൈസ്ഡ് സെല്ലർ. നമ്മളിൽ മാത്രമേ ഈ സാധനം കാണത്തുള്ളൂ. അപ്പം ലൈവ് ജസ്റ്റ് ഇതും കൂടെ ഒന്ന് നോക്കിയോ. ഇത് നമുക്ക് MRP നോക്കി 7499 രൂപയാണ് MRP വരുന്നത്. നമ്മുടെ റേറ്റ് വരുമ്പോൾ 3999 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അതായത് 100% വാട്ടർ പ്രൂഫ് ആയിട്ട് വരുന്ന. ഇത് സൗത്ത് ഇന്ത്യയിൽ നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. അപ്പൊ നമുക്ക് ഇതൊന്ന് ഞാൻ ലൈവായിട്ട് പേപ്പർ അകത്തോട്ട് വെച്ചു. വെള്ളം കൂടി വെള്ളം കൂടി നോട്ടേക്ക് വെള്ളമാണ്. അപ്പൊ അങ്ങ് മുക്കിയേക്കാം. ചെറിച്ച് മുക്കേണ്ടി വരും. വെള്ളം ബക്കറ്റ് പോരാണ്ട് വന്നു. ഉള്ളതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇനി മേഡം തന്നെ പേപ്പർ എടുത്ത് നോക്കിയോ, എവിടെയെങ്കിലും നനഞ്ഞിട്ടുണ്ടോ നോക്കിയോ. എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളം വീണിട്ടോ? ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇനിയിപ്പോ കാശ്മീരോ പുറത്തോ പോകണമെന്നൊരു ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരും, ഒരു പ്രശ്നവും ഇല്ല. ഏത് മഞ്ഞ് ചവിട്ടിയാലും ഒരു പ്രശ്നമില്ല. ബ്രാൻഡ് നോക്കി അഡ്വെഞ്ചർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പൊ പുറത്തേക്ക് വെള്ളം നിന്നാലും നമ്മുടെ ഉള്ളിലത്തെ കാല് നനയില്ല, ഒരു പ്രശ്നം വരാം. സോക്സ് ഇട്ടിട്ട് ധൈര്യമായിട്ട് പോയി. സോക്സും നനയില്ല, കാലും നനയില്ല. അതാണ് 1999 തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അത് ഇങ്ങനെ ഓരോ ഡിസൈൻസ് മോഡൽസ് വരുമ്പോൾ അത് മാത്രമല്ല, നമുക്ക് ട്രക്കിംഗ് ആണെങ്കിലും ഹൈക്കിംഗ് ആണെങ്കിലും ഏത് പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആർട്ടിക്കിൾ. ലൈറ്റ് വെയിറ്റ് ഉണ്ടോ മേഡം? വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു? ഇല്ല, ഒരു വെയിറ്റ് ഇല്ല. സാധാരണ നമ്മൾ പറയും മഞ്ഞിലൊക്കെ പോകുമ്പോ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ വെക്കണം. ഇതിനൊന്നുമില്ല. അതെ, അമ്മടാടാന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാല. ഇതെന്തായാലും ഒരു പ്രൂഫ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി. പിന്നെ തിരക്ക് പറഞ്ഞാൽ നിസ്സാര തിരക്കല്ല കേട്ടോ. വീണ്ടും ഞാനൊരു ബില്ലിന്റെ സെക്ഷനിൽ കാണിക്കാണ്. ഒരു മിനിറ്റ് കേട്ടോ. അവിടെ വേറെ കുറെ കസ്റ്റമേഴ്സ് വന്നിട്ട് പറ്റിങ്ങായിട്ട് റിവ്യൂ എടുത്ത് നോക്കട്ടെ. നല്ല ബില്ലിങ്ങിന്റെ ആവുമ്പോഴേ നമുക്ക്. ഹായ്. എവിടേക്ക് പോകാനാണ് ഒരുക്കം? ജോർജിയ. അത് എവിടെയാ സ്ഥലം? അത് റഷ്യയുടെ താഴ്ത്തു കേട്ടോ. ഇപ്പൊ പോയി വന്ന പോലെ ഉണ്ട് കുറച്ചിട്ട് കേട്ടോ. ഞാൻ എന്താ പേര്? എന്തിനാ പോണ? പഠിക്കാനാണോ? ഞാൻ പറഞ്ഞില്ലേ, പഠിക്കുന്ന പിള്ളേരാണ് ഇവിടെ കൂടുതൽ കാണാൻ. എന്താ എടുത്തിരിക്കുന്ന ഐറ്റം? ഷൂസ്, പിന്നെ തെർമൽ വെയേഴ്സ്, ഗ്ലൗസ്, അതൊക്കെ മൊത്തം ഒരുക്കത്തിലാണ്. എന്നാ പോണേ? ടിക്കറ്റ് എടുത്തിട്ടില്ല. അതിന് മുന്നേ നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങി. ഇവിടെ റേറ്റ് കുറവ് ഓഫറും കേട്ടപ്പോ വന്നതാണ്. എന്താണ് ബെസ്റ്റ് വിഷസ്? എന്താ പഠിക്കാൻ പോണത്? നഴ്സിംഗ്. ഓക്കെ, ഗ്രേറ്റ്. കൂടെ ഇവരൊക്കെയാണോ? പറയുമ്പോഴേക്കും അങ്ങോട്ട് ഓടല്ലേ? എല്ലാരും ഓട്ടത്തിലാണ്. എന്തെങ്കിലും അടിപൊളി. അപ്പൊ നടക്കട്ടെ. ബെസ്റ്റ് വിഷസ്. അപ്പൊ അടിപൊളിയായിട്ട് പോയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വെച്ച് കാണുമ്പോ
മൈൻഡ് ചെയ്തോളൂ കേട്ടോ. ശരി, നമുക്ക് ഇനി അടുത്തേക്ക് പോവാം. ജീൻസും ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പൊ ഈ ജീൻസ് എന്നൊക്കെ പറയുമ്പോ സർപ്ലസ് തന്നെയാണോ? എല്ലാം നമുക്ക് സർപ്ലസ് ആകും വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്ന് ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ എടുത്താൽ. ഇതൊന്ന് നോക്കി, ഇത് ബ്രാൻഡ് നോക്കിക്കോ. ബ്രാൻഡ് കാണാം. ഓൾമോസ്റ്റ് ബ്രാൻഡ് പേര് പറയുന്നില്ല, നമ്മൾ ലൈവ് ആയിട്ട് തന്നെ കാണിക്കുക ചെയ്യണത്. കണ്ടോളൂ ലൈവ് ആയിട്ട് തന്നെ. ഇനി ഇതിന്റെ MRP ഒന്ന് ജസ്റ്റ് നോക്കിയോ. എങ്ങനെ നോക്കിയാൽ ഇതൊരു 1000 രൂപയ്ക്ക് മേളിലോട്ട് അവർ സ്റ്റിക്കർ ചെയ്തേക്കാം. നമ്മുടെ റേറ്റ് ജസ്റ്റ് നോക്കിയോ 699 രൂപ. വെറും 699 രൂപ മാത്രം. ഈ ബ്രാൻഡിന് ആ ഒരു ബ്രാൻഡ് നമുക്ക് 699 രൂപ മാത്രം നമുക്ക്. എന്നാ ഇവിടെ ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ ഈ ഇരിക്കണതൊക്കെ ബ്രാൻഡഡ് തന്നെയാണ്. എല്ലാം ബ്രാൻഡ്. എനിക്ക് ഒരു ദേഷ്യം വരുന്നുണ്ട്, ഇവിടെ ആണുങ്ങളുടെ മാത്രം കിട്ടുള്ളൂ, പെണ്ണുങ്ങളുടെ ഇല്ല അല്ലേ? നമുക്ക് യൂണിസെക്സ് ആണ് നമുക്ക് വരുന്നത്. ഇത് വേണമെങ്കിൽ അറിയാറുള്ളൂ. ഓക്കെ, ഇത് ഏതാ ബ്രാൻഡ് വരുന്നത്? ഇത് അടുത്തൊരു ബ്രാൻഡ് നോക്കിക്കോ. നമ്മളൊന്നും ബ്രാൻഡ് പറയുന്നില്ല. അതെ, ബ്രാൻഡ് പറയുന്നില്ല, ലൈവായിട്ട് കാണിച്ചു തരാണ്. MRP പ്രൈസ് അതിന്റെ MRP റേറ്റ് വരാൻ നേരത്തെ എങ്ങനെ നോക്കിയാലും 4299 രൂപ. നമ്മുടെ റേറ്റ് വരുമ്പോൾ വെറും 1399 രൂപ. അത്രയും റേറ്റിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതൊക്കെ കോപ്പി ആവും, ഉടായ്പാണ്, അങ്ങനെയൊക്കെയാണ് ഞാൻ നെഗറ്റീവ് കമന്റ്സുകൾ ഞാൻ കേട്ടത് ഇവരെ കണ്ടതും വേറെ വീഡിയോസിൽ. എല്ലാ വീഡിയോസിനും നമുക്ക് എല്ലാവർക്കും വന്നു. അത് അവരെ നമ്മൾ കുറ്റമായിട്ട് പറയുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് നോക്കി കഴിയുമ്പോൾ അതേ സെയിം സൈസിനുള്ളവർക്ക് കിട്ടുന്നില്ല. അതായത് നമുക്ക് പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ സാധനം അങ്ങ് പെട്ടെന്ന് തീർന്നു. പിന്നെ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ട് ഇച്ചിരി ടൈമുണ്ട്. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതിപ്പോൾ MRP 4000 രൂപ MRP കണ്ടു മാഡം. ആ MRP ബ്രാൻഡിന്റെ സ്റ്റോറിൽ പോയാൽ ആ റേറ്റ് ഒരെണ്ണേ കിട്ടുള്ളൂ. സെയിം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 3 എണ്ണ റേറ്റ് കൊണ്ടു 699 വെച്ച് നോക്കി എങ്ങനെ നോക്കിയാൽ ഒരു 4 എണ്ണ ഇവിടെ നിന്ന്. പിന്നെ ഇത് സർപ്ലസ് ആണ്. സർപ്ലസ് എന്ന് പറയുമ്പോൾ നമുക്ക് സൈസസ് കിട്ടും എന്നുള്ളത് ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ വരരുത്. വന്നാൽ കിട്ടിയാ കിട്ടി, പോയാ പോയി എന്നുള്ള രീതിയിൽ വേണ്ട സാധനം നമുക്ക് ഇഷ്ടംപോലെ സൈസ് നമുക്ക് സാധനം, അതായത് ആ മോഡൽ കാണില്ല, വേറെ മോഡൽ. സർപ്ലസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ ബ്രാൻഡഡ് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും, അത് 100% ഉറപ്പാണ്. അത് നമ്മുടെ സൈസിൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല, ലക്കാണ്. ഇത് സർപ്ലസ് ആണ്. ഇപ്പൊ ആർട്ടിക്കൽ മാറി അതിലത്തെ അവർക്ക് കയ്യിലിരിക്കുന്ന കട്ട് പീസസ് ആണ്. ഇപ്പൊ ഈ ചെറിയ 1-2 പീസുകൾ അവരുടെ സൈസസ് ഇരിക്കണം, അതിനെ കട്ട് പീസ് എന്നല്ല പറയാം. അപ്പൊ ആ കട്ട് പീസ് ആ സാധനമാണ് നമ്മൾ എടുത്തിട്ട് ഇവിടെ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണ്. ഷൂസിന്റെ മേഡം ആ ഒരു സൈഡ് നമുക്ക് വൈൽഡ് വെറൈറ്റി, അത് അവിടെ സൈസ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഒരു 11, 12, അതെല്ലാം നമുക്ക് ഫുള്ള് 11, 12, 8, 9 ഒരേ മോഡലിലുള്ള എല്ലാ സെയിം സാധനം കാണത്തില്ല. എന്നാൽ വേണ്ട സൈസ് നമുക്ക് 8, 9 സാധനവും കാണും. പല ഇതിലാണ് വരുന്നത്. അതാണ് എടുത്ത് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ നെഗറ്റീവ്. പിന്നെ കുറെ പേര് വരാണ്ട് വെറുതെ ഫാൻ്റെ അടിയിൽ ഇരുന്നിട്ട് കുറെ നെഗറ്റീവ് പറയുന്നവരുണ്ട്, ചൊറിയാൻ വരുന്നവര്. അവരോട് പറയാനുള്ളത് ഒന്ന് വന്ന് നോക്കുക, എന്നിട്ട് കമന്റ് ഇടാം. അല്ലാണ്ട് വെറുതെ കമന്റ് ഇടാൻ ഒരു 2 വാക്ക് ഇങ്ങനെ കുത്തിയിടാനായിട്ട് ഭയങ്കര സിമ്പിൾ ആണ് അല്ലെ? ഓക്കെ, ഇനി ഇതിന് തന്നെ പല ബ്രാൻഡ്സ് ഉണ്ട്, നമ്മൾ എടുത്ത് പറയില്ല. അത് കൂടാണ്ട് ബാഗ്സും അവൈലബിൾ ആണ്. ഇതാണ് ഇപ്പൊ ആ കുട്ടിയെ ബാഗ് മേടിച്ച് കൊണ്ടുപോയത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാത്രമല്ല, ഫോർമൽ പാൻസും നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്കൊരു 899 മുതൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവുണ്ട്. MRP ലൈവ് നോക്കി, MRP കിടക്കുന്ന 2000 മേളിൽ MRP എന്തായാലും ലൈവ് 2000 മേലെ. പക്ഷെ നമ്മുടെ റേറ്റ് വെറും 899 രൂപ. ഇത്രയ്ക്കും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ സെമി ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും നമ്മുടെ ഉണ്ട്, ഫോർമൽ ആണെങ്കിലും ഉണ്ട്, ക്യാഷ് ഏത് വേണമെങ്കിലും സാധനം വന്നാൽ മാത്രമേ. ഇനി ആ മോഡൽ ഒന്ന് കാണിച്ചു. ഇതിപ്പോ ട്രെൻഡിലല്ലേ, ട്രെൻഡഡ് ആയിട്ടുള്ള സാധനം. ഇത് നോക്കി, ഇത് കൊറിയൻ പാന്റ് അങ്ങനെയും പറയും അല്ലെ? അങ്ങനെയും പറയും പുറത്ത്. അപ്പൊ ഇതിപ്പോ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു പാന്റ്. ഇത് ബെൽറ്റിലാണ് കേട്ടോ ഇപ്പൊ ഇത്രയും ട്രെൻഡ്. പുറത്തുനിന്ന് ഈ ഒരു ബ്രാൻഡ് നോക്കി വെറും 1099 രൂപ മാത്രമേ നമുക്ക് ഈ സാധനത്തിന് വരുന്നുള്ളൂ. ഇത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നാൽ മൊത്തം ബ്രാൻഡായി മാറും എന്നുള്ള കാര്യം 100% ഉറപ്പ്. നമ്മള് ഉള്ളതും ബ്രാൻഡ്. ഇപ്പൊ ഞാനും ഇട്ടിരിക്കുന്നത് ബ്രാൻഡ് തന്നെയാണ്. പക്ഷെ ഇത് ഇവിടുന്ന് കിട്ടിയതല്ല കേട്ടോ. ഇവിടെ ആകെ ആണുങ്ങളുടെ മാത്രമേ ഉള്ളൂ ഇത് ജീൻസ്. പക്ഷെ ഇത് ജീൻസ് നമുക്ക് ഇടാം, ഷൂസ് നമുക്ക് ഇടാം. ആരെപ്പോ ചോദിക്കാൻ തന്നെ ഇടുന്നവർക്ക് ഇടാം അല്ലെ? അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോയാലോ? ഷർട്ടുകളുടെ കുറെ ബ്രാൻഡ്സ്, ഷർട്ടും ടീഷർട്ടും ആയിട്ടുള്ളത് ഇഷ്ടം പോലെ. നമുക്ക് കുറച്ചൊന്ന് കാണിച്ചല്ലോ. ഇവിടെ പിന്നെ ഇവിടെ തന്നെ പിടിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇവിടെ നോക്കി, ഇവിടെ ഫസ്റ്റ് തന്നെ സാധനം കിടപ്പുണ്ട്. ഇത് കണ്ടോ, അകത്തോട്ട് നോക്കുമ്പോൾ ആരെങ്കിലും കുത്തി വരച്ചിട്ടേക്കുന്ന പോലെ കിടപ്പുണ്ട്. അത് ഇൻഡു ചെയ്ത സാധനം കിടക്കുന്നത്. അതൊരു തരത്തിൽ ഡീലേബിളിംഗ് ആണ്. അതായത് ഇവരുടെ ഓൺ ബ്രാൻഡ് വേറെ പുറത്ത് അവരുടെ ഇതിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അതങ്ങനെ. കാരണം ബ്രാൻഡ് കട്ട് ചെയ്ത് ഷോറൂമിൽ അതിന് വേണ്ടിയിട്ട് വന്നത്. അത് ഒരു തരമുള്ള ഡീലേബിളിംഗ് ആണ്. ഇത് കണ്ടോ, ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് വിട്ടേക്കുന്നുണ്ടോ, ടാഗ് ഇവിടെ കട്ട് ചെയ്ത് വിട്ടേക്കുന്നുണ്ടോ. ഇതും ഒരു ബ്രാൻഡ് ഡീലേബിളിംഗ് തന്നെയാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ടുണ്ടോ, ഇങ്ങനെയും നമുക്ക് വരാം. ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് ഇവിടെ വിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള പീസുകളാണ് നമ്മുടെ കയ്യിലോട്ട് വരുന്നത്. അതായത് ഓൺ ബ്രാൻഡ് സെയിം, അതായത് കോപ്പി കാര്യങ്ങളൊന്നും അല്ല, ഒറിജിനൽ ബ്രാൻഡ് ആണ്. അപ്പൊ ഈ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഷോറൂമിൽ പോകുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആണ്. ഇവിടുന്ന് ജസ്റ്റ് ഓർഡർ എടുത്തിട്ട് നോക്കിയോ, അത് ഇവിടെ കിടപ്പുണ്ട്. ഇതിൻ്റെ ഈ ഒരു MRP നോക്കിയോ, എങ്ങനെ നോക്കിയാൽ 2999 രൂപ സാധനം കിടപ്പുണ്ട്.
2,999 രൂപ MRP വരുന്നത്. നമുക്ക് ഇപ്പൊ 1,149 രൂപ ആ റേറ്റാ വരുന്നുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ ശരിക്കുള്ള റേറ്റ് വരുന്നത് MRP വരുന്നത് ഒന്നുകൂടി പറയാം നമുക്ക്. ഇവിടെ കിടപ്പുണ്ട്, ഇത് കണ്ടോ, 2,999 അതായത് 3,000 രൂപയുടെ ഷർട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് വെറും 1,149 ഈ ഒരു ബ്രാൻഡഡ് ഷർട്ട് കിട്ടും. ഈ ബ്രാൻഡ് മാത്രമല്ല, ഇവിടെ ഒരുപാട് ബ്രാൻഡ്സ്. ഇങ്ങോട്ട് നോക്കിയാൽ മതി, ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ബ്രാൻഡുകൾ ഒന്നും നോക്കിക്കോട്ടെ, നമുക്ക് ബ്രാൻഡ് എടുത്ത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. അതാ ഓരോരോ ബ്രാൻഡുകൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതായത് സെമി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും നോക്കിയോ. നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ബ്രാൻഡുകളാണ് ഇതൊക്കെ കേട്ടോ. ഈ ബ്രാൻഡുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ബ്രാൻഡുകളുടെ ഷർട്ടുകളുണ്ട്, ടീഷർട്ടുകളുണ്ട്. ഇതുണ്ട് വൈൽഡ് ആയിട്ട് ഇങ്ങോട്ട് കിടക്കും. SMS മോഡൽ ആർജ് എല്ലാം ഏത് സാധനം വേണം. അപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റാഫിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് വന്ന് എടുത്താൽ മാത്രം നമുക്ക് ആവശ്യമുള്ള സംഭവം വരിക. അതുപോലെ ട്രയൽ റൂം ഉണ്ട്, വന്ന് പിക്ക് ചെയ്യാ, ഇടാ, നോക്കുക, ബില്ലടിച്ച്. ഇതുമൊക്കെ ഷർട്ടൊക്കെ തന്നെയാണ് കേട്ടോ. ഷർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ടീഷർട്ട്സും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ നമുക്ക് ആ സൈഡിലും കുറെ ഷൂസ് മൊത്തത്തില് ഷൂസിന്റെ കളക്ഷൻസ് നല്ലോണം ഉണ്ടല്ലേ. അവിടെ ട്രക്കിങ്ങും മറ്റേ പുറത്തേക്ക് പോണ ഇതൊക്കെ എന്ന് പറയുമ്പോ ഇത് നമുക്ക് ഫോർമൽ സെക്ഷനാണ് വരുന്നത്. ഓ, ഇത് പ്യുവർ ലെതർ വരുന്നത്. അതിപ്പോ ലോഫർ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടല്ലേ, ബ്രാൻഡ് നോക്കിയോ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡ് വരുന്നത്. ബ്രാൻഡ് എന്നുവെച്ചാൽ ബ്രാൻഡിന്റെ പേരെടുത്ത് പറയണ്ട, ഏത് ബ്രാൻഡ് നിങ്ങൾ മനസ്സിലാഗ്രഹിച്ചു വരുന്ന ആ സംഭവങ്ങളൊക്കെ കിട്ടും എന്നാണ് പറയുന്നത്. അവിടെ തന്നെ ഈ മോഡൽ നോക്കി എങ്ങനെ ഫോർമൽ ആയിട്ട് വേണേൽ അങ്ങനെ നോക്കാം, ഏത് രീതിയിൽ വേണമല്ലോ ഉണ്ടാകുന്ന സാധനങ്ങളുണ്ട്. ഞാൻ മേഡത്തിന് കുറച്ച് മുമ്പ് കാണിച്ചായിരുന്നു ചെൽസി ബൂട്ട്, അവരുടെയും ബ്രാൻഡ് സെയിം സാധനം. ഓ, സെയിം. ഇതന്നെ നമ്മൾ അവിടെ വേറെ കളറിലാണ് കണ്ടത്. അവിടെ വേറെ കളറിലായിരുന്നു നമ്മൾ. ഇത് വരാൻ നേരത്തെ ഇച്ചിരി സ്ലിം ആയിരിക്കില്ല, അത്ര ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഇവിടെയും യൂസ് ചെയ്യാം. നമുക്ക് ഏകദേശം ഒരു 1,999 മുതൽ നമുക്ക് ഇവിടെയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബൂട്ട്സ്. ഈ ഒരു സെക്ഷൻ നമുക്ക് വരുന്നത് ഫോർമൽ നമുക്ക് വരുന്നത്. ബ്രാൻഡഡ് നോക്കുമ്പോൾ ചിലർ റേറ്റ് നോക്കില്ല, ബ്രാൻഡ് മാത്രം നോക്കുന്നുള്ളൂ. പിന്നെ ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്നത്, നമുക്ക് അവിടെ ഇരിക്കുന്ന കുറച്ച് ക്യാഷ് കഴിഞ്ഞാൽ ഇച്ചിരി ഒരു പ്രീമിയം സെഗ്മെന്റ്സ് വേണം പറയാൻ. നമുക്ക് ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇങ്ങോട്ട് നമുക്ക് വരാൻ ഇച്ചിരി പ്രീമിയം സെഗ്മെന്റ്സിൽ വരുന്ന ആർട്ടിക്കിൾസ് ആണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. ബ്രാൻഡ് എല്ലാം ജസ്റ്റ് ഞാൻ കാണിച്ച് മേഡം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് വരുന്നത് ആക്ച്വലി വൈറ്റ് ഷൂസ് ഇഷ്ടപ്പെടുന്നവര് കുറവര് അതിന് പ്രിയമായിട്ട് നടക്കുന്നവരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഫോർമലോ അതൊന്നുമല്ല, വൈറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റിന്റെ നല്ല കളക്ഷൻ, എല്ലാ ഔട്ട്ഫിറ്റിനും കൂടെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു സാധനം. അത് കാരണം വൈറ്റിന്റെ നല്ല കളക്ഷൻസ് ബോയ്സിന്റെ കയ്യിലുണ്ടാവും, അതുപോലെ മെൻസിന്റെ കയ്യിലുണ്ടാവും. അതിന് തന്നെ പല വെറൈറ്റീസും അതുപോലെ ബ്രാൻഡഡ് ആണ് ഇരിക്കുന്നതൊക്കെ. ഇപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും റേറ്റ് നോക്കാം, എന്തായാലും MRP-നേക്കാളും ഭയങ്കര ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. ഇപ്പൊ ഇതിന്റെ തന്നെ റേറ്റ് നമുക്ക് ഇതിപ്പോ MRP ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു സെയിം ബൂട്ട് തന്നെ വരുന്നത്. ഇത് നോക്കിയോ, MRP MRP 3,699. പക്ഷെ നമ്മുടെ റേറ്റ് വരുന്നത് ഇങ്ങോട്ട് നോക്കിയോ വെറും 1,999 രൂപ മാത്രം. അത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ഒരു ഷൂക്ക് പകരം 2 ഷൂ മേടിച്ചോണ്ട് ഇനിയിപ്പോ ഒരു ഷൂ മേടിച്ചിട്ട് വേറെ ജാക്കറ്റോ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം അല്ലെ. അപ്പൊ ഇത് മൊത്തം ആ ഒരു റണ്ണിങ് ഷൂ അതൊക്കെ ഉണ്ടല്ലോ, എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ. ഞാൻ കുറച്ച് അതുകൊണ്ടാണ് മേഡത്തിനോട് പറഞ്ഞത്, നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സെയിം മോഡൽ ഇപ്പൊ ആ USPയുടെ സെയിം സാധനം തന്നെ നമുക്ക് ഇങ്ങോട്ട് തന്നെ കാണണമെന്നില്ല. എന്നാൽ നമുക്ക് ഇവിടെ വരാൻ നേരത്തെ അതിന്റെ ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് ഇങ്ങോട്ട് ഉണ്ടാവും, ഓരോന്നും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇത് കണ്ടിട്ട് ഇത് പ്രതീക്ഷിച്ചിട്ട് നാളെ വീഡിയോ ഞാൻ ഇത് കണ്ടു, ഇതന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നു കഴിഞ്ഞാൽ കിട്ടണം എന്നില്ല. പക്ഷെ ആ സൈസിലുള്ള ഇഷ്ടം പോലെ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് സൈസ് ഇഷ്യൂ ഇങ്ങോട്ട് വന്നാൽ ജസ്റ്റ് കാണാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ഷൂസ് സൈസ് വരുന്നത് 11, 9 ഇതുണ്ടോ. ഇത് ഫുള്ള് നമുക്ക് ആ ഒരു സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഒരു റാക്കിൽ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഇങ്ങോട്ട് വരും. ഇത് 11 സൈസിന്റെ ആണ് ഈ റാക്ക് മൊത്തം ഇരിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ 9 സൈസ് എന്ന് പറയുമ്പോൾ ഈ 9 സൈസിന്റെ ഫുൾ ഷൂസ് ആണ്, 8ന്റെ എന്ന് പറയുമ്പോൾ 8ന്റെ ഫുൾ ഷൂസ്. അപ്പൊ ഇതിന് ഇഷ്ടമുള്ളത് അങ്ങനെ നോക്കിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞത് സെയിം മോഡലിൽ തന്നെ കാണത്തില്ല. എന്നാൽ നിങ്ങൾക്ക് വന്ന 8 സൈസിൽ ഇഷ്ടം പോലെ വേറെ ഐറ്റം ഇരിപ്പുണ്ട്. വന്ന് നോക്കുക. നിങ്ങൾക്ക് വേറെ ബ്രാഞ്ചസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഈ ആലുവ തന്നെ? അല്ല, ആലുവയിലല്ല നമുക്ക് വരാം. നമുക്ക് നമ്മുടെ ബേസ് വരുന്നത് ധരിക്കേണ്ടതാണ് നമുക്ക് ഷോപ്പ് വരാം. അത് കഴിഞ്ഞാൽ കട്ടപ്പനയുണ്ട്, ട്രൈബൽ സ്കൂളിന് നേരെ ഓപ്പോസിറ്റ്. എവിടെ ഒന്നുകൂടി കട്ടപ്പന ട്രൈബൽ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരെണ്ണം നമുക്ക് വരുന്നത്. പിന്നെ നെടുങ്കണ്ടം നമുക്ക് വരുന്നുണ്ട്. അടുത്ത നമുക്ക് വരുന്ന തൊടുപുഴ നമുക്ക് വരുന്നുണ്ട്. തൊടുപുഴ KSRTC ബസ്സിന്റെ നേരെ ബാക്ക് സൈഡിൽ നമുക്ക് ഷോപ്പ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ റീസെന്റ് നമുക്ക് ഇവിടെ അടുത്ത ഇനി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പോവാണ്. റീസെന്റ് ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം നമ്മൾ. അപ്പൊ മൊത്തം 5
5. അപ്പൊ 5 ഷോറൂം ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ അടുത്തുള്ള സ്ഥലത്തും ഇത് ഉണ്ടാവും. അപ്പൊ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ട് വിളിച്ച് ചോദിക്കുക ഏതാ സ്ഥലത്താണ് ഉള്ളതെന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, നമുക്ക് ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. ഓൺലൈൻ ഉണ്ട്, നമ്മുടെ നമ്പർ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ഇടുന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ സൈസ് അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് നമ്മൾ DTDC ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, എവിടെ വേണമെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ഒരു നെഗറ്റിവിറ്റി പറയാനില്ല, ഒക്കെ പക്കയാണ്. ഓൺലൈന് വേണ്ടി തന്നെ സെപ്പറേറ്റ് നമുക്ക് ഇവിടെ സ്റ്റാഫ് ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? അപ്പൊ ഒന്നിനും പുറത്ത് ഇപ്പൊ ടീഷർട്ട് ആയാലും ഇതായാലും എല്ലാം ഒരു പ്രശ്നമില്ല. ഓക്കെ, ബാക്കി എങ്ങനെ അയച്ചു തരും, എങ്ങനെയാണ് ആദ്യം കാശ് കൊടുക്കണം പിന്നീട് കൊടുക്കണം, അതൊക്കെ നിങ്ങൾ തമ്മിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ബാക്കി ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം അല്ലേ? 399, അതും ബ്രാൻഡഡ്. ഇത് ഓഫർ പ്രൈസ് ഓഫർ റേറ്റ് ഇത് കിടക്കുന്ന ഏതെടുത്താലും 399 രൂപ. ഇത് എന്താ പറയാ 365 ദിവസം 365 ദിവസവും നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റും സെയിം ഓഫർ. 365 ദിവസം 399 കിട്ടും. എന്താ രസമല്ലേ കേൾക്കാനും സുഖം, കാണാനും സുഖം, അതും ബ്രാൻഡഡിലാണ് കേട്ടോ. അപ്പൊ ഇരിക്കുന്ന ഷർട്ടില് സൈസസ് എന്ന് പറയുമ്പോൾ നമ്മൾ വന്ന് നോക്കാം. സ്മോൾ ഒക്കെ കാണുന്നുണ്ട്, സ്മോൾ സൈസ് കാണുന്നുണ്ട്. അപ്പൊ അത് സ്മോൾ ആയാലും എക്സ്ട്രാ സ്മോൾ ആയാലും ലാർജ് ആയാലും അങ്ങനെ സൈസസ് നിങ്ങൾ വന്ന് നോക്കട്ടോ. അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് ഏതാ പ്രിന്റ് വരുന്നത്. അതിപ്പോ ഈ ഒരു ഷോറൂം തന്നെയല്ല, നമ്മളിപ്പോ ഏതൊരു തുണി മേടിക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ സൈസസ് കിട്ടണം ഒരു നിർബന്ധമില്ല. ഓക്കെ, ഇവിടെ ഇങ്ങോട്ടും ഉണ്ട് നമുക്ക് 300 എന്ന് പറഞ്ഞപ്പോ ഇവിടെ വന്നപ്പോ 299 കേട്ടോ. അപ്പൊ ഇതാണ് ഏറ്റവും ലോസ്റ്റ്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് ടീഷർട്ട് 299, അതും ബ്രാൻഡഡ് കേട്ടോ. അപ്പൊ ഷർട്ട് വരുമ്പോ 399, അതും ബ്രാൻഡഡ്. ഇനി ഇവിടെ വരുമ്പോ 699 രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സാധനങ്ങൾ. ഇതില് ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ് എന്തൊക്കെയാണ്, കോളർ വേണോ കോളർ ഇല്ലാത്ത വേണോ ഒക്കെ നിങ്ങൾ വന്ന് നോക്കാം. ബാക്കിയൊന്നും പറയില്ല, ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്. അത് 365 ദിവസം. ഇന്ന് ഈ ഓഫർ തീരും അങ്ങനെയല്ല, എപ്പോഴും ഓഫർ ഉണ്ട്. അന്നാ വിചാരിച്ചിട്ട് നാളെ പോവാം മറ്റന്നാളെ പോവാം അങ്ങനെ വിചാരിച്ചിട്ട് വരാൻ നിൽക്കണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കുള്ള സാധനം എവിടെയോ ഇരിക്കുന്നുണ്ട്, അത് വരെ കിട്ടണമെങ്കിൽ അപ്പം തന്നെ ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇനി അടുത്തേക്ക് പോയാൽ നമുക്ക് അത്യാവശ്യം ഉണ്ടല്ലോ, ഷോർട്സ് ഒക്കെ കണ്ടല്ലോ. എല്ലാ മോഡലും ഉണ്ട് നമുക്ക്. ഷോർട്സ്, ട്രാക്ക് എല്ലാ ഐറ്റവും നമുക്ക്. ട്രാക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രാക്ക് ഉണ്ട്, ജിം വെയർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക്. ഇത് ഫുൾ ടീഷർട്ട്സ് അല്ലേ? ടീഷർട്ടാണ് നമുക്ക് വരുന്നത്, എല്ലാം നമുക്ക് വരുന്നത്. ഇതിപ്പോ കോളർ ഉള്ളതും അതുപോലെ ജാക്കറ്റ് എല്ലാ മോഡലും. ഇത് സ്പോർട്സ് ഞാൻ നേരത്തെ അവിടെ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടോ, ഡിലേബിൾ ചെയ്ത് വന്നേക്കുന്നത് എല്ലാം ഇങ്ങനെ തന്നെയാണ് നമുക്ക് വരുന്ന ആർട്ടിക്കൽ. ഇതിപ്പോ ഡയറക്റ്റ് ഷോറൂമിൽ വന്നേക്കുന്ന ആർട്ടിക്കലാണ് എല്ലാം നമുക്ക് വന്നേക്കുന്നത്. അപ്പൊ അത് ഇപ്പൊ 2-3 എണ്ണം ഈ സെയിം ഈ പ്രിന്റിൽ കാണാനുണ്ട്. അത് ഏതാ സൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സൈസ് കിട്ടണമെന്നുണ്ട്. ഇല്ല, ഇപ്പൊ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഇപ്പൊ നിലവിലുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ ലാർജ് സൈസ് പ്രതീക്ഷിച്ച് ചിലപ്പോൾ എക്സൽ ആയിരിക്കും കിട്ടുക, ചിലപ്പോൾ മീഡിയം ആയിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ അതെ വന്ന് നോക്കാം. അതും ഇത്രയും ഔട്ട്ലെറ്റ് ഉണ്ട്, അപ്പൊ പിന്നെ നമുക്ക് നോക്കണേന് മാത്രമല്ല എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ബ്രാൻഡാണ് വരുന്നത്. ഞാൻ പറയേണ്ട കാര്യമില്ല, ഇതൊക്കെ ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എനിക്ക് ശബ്ദമില്ലാണ്ട് എനിക്ക് പറയാലോ. ഇതൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല, ബ്രാൻഡിന്റെ കാര്യം. ഇതും ഒരു ബ്രാൻഡ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ ബ്രാൻഡിന്റെയാണോ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്? എനിക്ക് ആ ബ്രാൻഡ് പറയാലോ, ഈ ബ്രാൻഡിന്റെ ആണ് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കേട്ടോ. പക്ഷെ ഇത് ഇവിടെ കിട്ടൂല. ഓക്കെ, ഇനി ഇവിടെ ട്രാക്ക് നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. ട്രാക്ക് നമുക്ക് ഇത് ഫുള്ള് നമുക്ക് ട്രാക്കിന്റെ ഏരിയ വരെ. ഇപ്പൊ ഇതില് ട്രക്കിങ്ങിന് പോകാനും നോർമൽ നമുക്ക് ജിം വെയറിന് ഇതിനെല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെയാണ്. അതും സൈസസ് അവൈലബിൾ ആണ്. അപ്പൊ വന്ന് നോക്കുക. പിന്നെ ഇതിനും എങ്ങനെയാണ് ഫുൾ ബ്രാൻഡില് റേറ്റ് ഒക്കെ? റേറ്റിലെല്ലാം കുറച്ച് ഇവിടെ MRP കിടപ്പുണ്ട്. ജസ്റ്റ് നോക്കിയത് 2000 രൂപ സാധനം നമുക്ക് കിടക്കുന്ന റേറ്റ് ജസ്റ്റ് നോക്കി. ഈ ബ്രാൻഡാളെ അതെ റേറ്റ് ഇപ്പൊ ശരിക്കുള്ള പ്രൈസ് വരുന്നത് ഇത് കണ്ടത് MRP നമുക്ക് ഒരു 1999 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രൈസ് പറയുമ്പോ നമ്മുടെ പറയാൻ നേരത്തെ നിങ്ങൾക്ക് ബാക്കിൽ കിടപ്പുണ്ട്. ഇങ്ങനെ നോക്കണം അല്ലേ? 399. എത്രയാന്ന് 1999 MRP വരുന്നത്. ഇപ്പൊ വെറും 399 രൂപ ഇതിന്. അടിപൊളി. ഞാൻ പിന്നെ 800-900 ആ ഒരു എന്ന് വെച്ചാൽ പകുതിയാണ് വിചാരിച്ചത്. ഇത് പകുതിയേക്കാളും കുറവ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അപ് ടു 70-80% വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ ഇവിടെ ഇത്രയും. ഇനി എന്താണ് നമുക്ക് ഓഫർ ഉള്ളത്? കുറെ നേരം എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണ്ടേ. എന്നെ അറിയോ? അതേതാന്നാ
300 അല്ലേ? എന്നെ കണ്ടിട്ടല്ല കേട്ടോ, 399 കണ്ടിട്ടാണ്. അതെ ഇത് ആള് ഷൂരിക്കൊണ്ടിരിക്കാണ്. ഞാൻ കൊണ്ടു തരാം അങ്ങോട്ട് പോരെ. ഇനി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇതൊക്കെ തരാം. ഇവിടെ ഷോറൂമിനെ കുറിച്ചിട്ട് ഒന്ന് ചോദിക്കാനുണ്ട്. ഫസ്റ്റ് ടൈം ആയിട്ട് എങ്ങനെയുണ്ട് ഇവിടെ മൊത്തത്തിൽ റേറ്റ്? നല്ല ഓഫറാണ്. നല്ല ഓഫർ അല്ലേ? ബ്രാൻഡ് ആണോ? ബ്രാൻഡാണ്. അതെ. നിങ്ങളത് അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പാടോ? ചെരുപ്പില്ലാണോ നിക്കണ? നോട്ട് ദി പോയിന്റ്. ചെരുപ്പില്ലാണോ നിക്കണ? ഇവിടെ ഷൂട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മൾ പിടിച്ചത്. എന്താ പേര്? എവിടെയാ വർക്ക് ചെയ്തത്? മലപ്പുറം. അവിടെ നിന്നാണോ തന്നെ? അതെ, നമ്മുടെ ബിസിനസ് ആവശ്യമായിട്ട് വന്നേ ഇവിടേക്ക് വന്നത്. ഓക്കെ. എന്താ വർക്ക് ചെയ്യണേ? ഞാൻ ഖത്തറിലാണ് ഷോപ്പുണ്ട്. ഖത്തറിലാണ്? അവിടെ നിന്ന് ഇവിടെ വരെ മേടിക്കാൻ? അല്ല, ഇവിടെ ലീവിന് വന്നേ മലപ്പുറം. അതെ, എന്നാലും അവിടെ കിട്ടാത്ത സാധനം ഒന്നും ഇല്ലല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ കേരളത്തിൽ വന്ന് മേടിക്കണമെങ്കിൽ. അതെ. എന്താ പേരെന്ന് പറഞ്ഞു? റമീസ്. അതെന്ത് പേരാടോ? റമീസ്. നല്ല പേരാടോ? എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. എന്തായാലും നടക്കട്ടെ. ശരി, അതെടുത്തോ. ശരി. ഈ സംഭവങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ വെക്കാൻ ഒരു സ്ഥലം വേണ്ടേ? അതിനാണ് ട്രോളി. അതും ഓഫർ പ്രൈസിലാണ് മൊത്തം. ഇതൊക്കെ ഇരിക്കുന്നത് ബ്രാൻഡഡ് ആണ്. എല്ലാം നമുക്ക് ബ്രാൻഡഡ് ആണ്. ഓക്കെ. ഇതെങ്ങനെയാ ഇപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ? നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 സെറ്റ് കോംബോ നമുക്ക് വരുന്നത് അമേരിക്കൻ ടൂറിസ്റ്റിന്റെ സബ് ബ്രാൻഡാണ് വരുന്നത്. ഓക്കെ. അപ്പം ഇത് 3 കൂടെ നമുക്ക് വെറും 5999 രൂപ വരുന്നുള്ളൂ. 3 കൂടെ ഒരെണ്ണത്തിന് കൊടുക്കണ റേറ്റ് ഉറപ്പായിട്ട്. അതിന്റെ MRP വേണം ജസ്റ്റ് നോക്കിക്കോ. നമുക്ക് വരാൻ നേരത്ത് ഇതാണ് MRP. ലാർജിന്റെ തന്നെ നമുക്ക് 8251 രൂപ അടുത്ത് ഒരെണ്ണത്തിന്റെ റേറ്റ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. ഒരെണ്ണത്തിന് 8000 സംതിങ് വരുന്നുണ്ട്. അത് നമുക്ക് 3 വെറും 5999 രൂപ. അതാണ് കോംബോ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് 5999. എപ്പോഴും ഉണ്ടാവോ? അല്ല, എനിക്കൊരു സംശയം, ഇത്രയും റേറ്റ് കുറഞ്ഞു കൊടുക്കണം. നമുക്ക് ഈ പ്രിന്റർ ട്രോളി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 8999 നമുക്ക് പ്രിന്റർ ട്രോളി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടുതൽ നോക്കുന്നത് വെയിറ്റ് കുറവ്, നമുക്ക് കൂടുതൽ ലഗേജ് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒക്കെ ബ്രാൻഡഡ് ആയതുകൊണ്ട് എടുത്തു പറയേണ്ട കാര്യമില്ല. നിലവിൽ ഇത് അമേരിക്കൻ ടൂറിസ്റ്റ് മാത്രമല്ല, നമുക്ക് സഫാരി നമുക്ക് വരുന്നുണ്ട്. സഫാരി നമുക്ക് വരാൻ നേരത്ത് 5999. ഇതല്ല, ഇതിന്റെ കോംബോ നമുക്ക് തീർന്നിരിക്കുവാണ്. 5999 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് ഈ ഡ്രസ്സിന്റെ പറഞ്ഞ പോലെ തന്നെ വന്നും പോയി നമുക്ക് ഇരിക്കുന്ന ഒരു സംഭവമാണ്. പല കളറുള്ള സാധനം നമുക്ക് അവൈലബിൾ ആണ്. സംഭവം പൊളിച്ചു. എന്തായാലും 3 ഇയർ ഇന്റർനാഷണൽ വാറണ്ടിയാണ്. നമുക്ക് ഇന്റർനാഷണൽ വാറണ്ടിയാണ്. റേറ്റും കുറവ്, വാറണ്ടി കുറവ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ പുറത്തേക്ക് എന്ത് വേണമല്ലേ? അപ്പൊ സാധാരണ എനിക്ക് തോന്നുന്നത് കൂടുതൽ പുറത്തത്തെ കുട്ടികളായി പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനത്തെ കുട്ടികളായിരിക്കും മെയിൻ ആയിട്ട് ഈ ഷോപ്പിൽ വരുന്നത്. കൂടുതൽ അങ്ങനത്തെ ഐറ്റംസ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഇതൊക്കെ ആക്സസറീസ് അല്ലേ? അവരൊക്കെ പുറത്തേക്ക് പോകാനുള്ള സംഭവം. ഈ ജാക്കറ്റ് ഒന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് ആദ്യമായിട്ടാണ് ഗൾഫിലേക്ക് പോവാൻ. ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് റിവ്യൂ ഒന്ന് നമുക്ക് എടുക്കാം. ഹലോ ഒരു മിനിറ്റ്. ഹലോ, ഇങ്ങോട്ട് വാ. പുറത്തേക്ക് പോകാൻ നിൽക്കണോ? ആളാണ് പോകാൻ നിൽക്കണേ. വാ ഇങ്ങോട്ട്, ഒരു കാര്യം ചോദിക്കട്ടെ. ആ വീഡിയോ ആണ് വേണ്ട. ഹസ്ബൻഡാണോ? ആരാ? ചേട്ടനാ? സ്വന്തം ബ്രദറാണ്. ഇപ്പൊ ഞങ്ങള് ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ചേട്ടൻ അനിയത്തിയാണ് പോണത്. എവിടേക്കാ പോണേ? ജർമ്മനിക്ക്. അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ എങ്ങനെയാ സെറ്റായാ? ഏകദേശം സാധനങ്ങളൊക്കെ ഓക്കെ, പെട്ടിയായി. പിന്നെ ഇനിയിപ്പോ ഗ്ലൗവും കാര്യങ്ങളൊക്കെ ഇട്ട് തെർമൽ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒക്കെ സെറ്റായി, പെട്ടിയായി, ഷർട്ടായി, ഡ്രസ്സായി, ജാക്കറ്റായി എന്ന് പറയണ പോലെ. എന്നാ പോണേ? ഫെബ്രുവരി 5-ന് പോണത്. എന്തായാലും നേഴ്സിങ്ങിനാ? ഇല്ല, പഠിക്കാനായിട്ട് പോകണം. പഠിക്കാൻ എന്ത്? വേറെ ഇപ്പൊ മറ്റേ ഇതായിട്ട് പോണാണ്. പറയാ വേണ്ട പറയണ്ട. ഇതേ സംഭവം ലാസ്റ്റ് ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് നാളെക്കട അങ്ങനെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ നമ്മൾ പറയുന്നില്ല ഒന്നും. എന്തായാലും കുട്ടി പഠിക്കാൻ പോകുന്നുണ്ട്. നല്ല രീതിയിൽ ജോലിയൊക്കെ ആയിട്ട് നമ്മുടെ എല്ലാവരും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കുട്ടീനെ കൂടി ഉണ്ടാവും. എന്താ കുട്ടിയുടെ പേര്? നവ്യ. കുട്ടിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂട്ടോ. അപ്പൊ ഫെബ്രുവരി 5-ാം തീയതി നമ്മുടെ അവിടെ വലിയ വാക്കുകളൊക്കെ ചേച്ചി എന്തിനും പറയണം, പാവത്തിന് വിട്ടേക്കുന്നത്. ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു. എവിടെ സ്ഥലം? എവിടെ? ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു മിനിറ്റ്, ഈ കടനെ കുറിച്ച് ചോദിക്കട്ടെ. ഇത് നിങ്ങൾ എങ്ങനെയാ ഇവിടെ ഈ സ്ഥലം? ഇതേപോലെ തന്നെ ഒരു റീല് കണ്ടിട്ടാണ് നമ്മൾ വന്നത്. എങ്ങനെയുണ്ട് ഇപ്പൊ ഈ റീല് കണ്ടോടത്തോളം? നിങ്ങൾക്ക് ആ റീലിലുള്ള സംഭവം ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഏകദേശം എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മിപ്പോ കണ്ടറിഞ്ഞ് വന്നതായതുകൊണ്ട് എല്ലാരും അത്യാവശ്യം ഉണ്ട് സാധനങ്ങളൊക്കെ. അങ്ങനെ വീഡിയോയിൽ കണ്ടത് അങ്ങനെ കിട്ടിയില്ല, അങ്ങനെ ഒന്നും ഫീൽ? ഇല്ല. ഇനി ഞാൻ ഒന്നും പറയണില്ല. അപ്പൊ നെഗറ്റീവ് കമന്റ് ഇടണോ? ഒരു വീട്ടിലിരുന്ന് ഇടാണ്ട് ഇങ്ങോട്ട് വായോ, അത്രയും പറയാനുള്ളൂ. താങ്ക് യു ചേട്ടാ. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ജാക്കറ്റിനെ കുറിച്ച് പറയാം. ഈ ജാക്കറ്റ് ഒക്കെ സംഭവം എന്നൊക്കെ പറയുമ്പോ ഇത് പുറത്തേക്ക് കൂടുതൽ നമുക്ക് പോകുന്നത്, അതായത് നമുക്ക് ഫുള്ള് നമുക്ക് മൈനസിലോട്ട് പോകാൻ കിടക്കുന്ന ജാക്കറ്റാണ് നമുക്ക് കിടക്കുന്നത്. അതായത് ഇപ്പൊ ജസ്റ്റ് ഇതൊന്ന് നോക്കിക്കോ. അതെ, ഇവിടെ നമുക്ക് കാണാം -10 വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ജാക്കറ്റാണ് നമുക്ക് ഈ കിടക്കുന്നത്.
10 വരെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അല്ല ഇതിന്റെ മുകളിലേക്കുള്ളതല്ലേ? പിന്നെ ഇതിന് മുകളിലോട്ടുള്ളതുകൊണ്ട് നമുക്കിത് ഇതാണ് നമുക്ക് ബ്രാൻഡ് വരുന്നത്. ബ്രാൻഡ് ജസ്റ്റ് ഒന്ന് നോക്കിയോ. ബ്രാൻഡ് അതുപോലെ തന്നെ ഇതിന്റെ ഒക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒന്ന് അറിയണം. നോക്കിയാലും ഈ ഒരു സാധനം ഒരു 6 രൂപയ്ക്ക് മേളിൽ എന്തായാലും റേറ്റ് വരുന്ന ആർട്ടിക്കിളാണ്. നമുക്ക് വരാൻ നേരത്ത് വെറും ഈ ഒരു റേറ്റ് മാത്രം 3999 വരുന്നത്. അതിന്റെ പകുതി മാത്രമേ നമുക്ക് വരത്തുള്ളൂ. അതിന്റെ പകുതി. അപ്പൊ എപ്പോഴും ഈ ഒരു മൈനസിന്റെ സംഭവം എപ്പോഴും ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ വീഡിയോക്കകത്ത് കാണിക്കുന്ന സാധനമാണ്. ബ്രാൻഡ് വരുന്നത് ഇതാ ബ്രാൻഡ് ജസ്റ്റ് നോക്കൂ. അപ്പം 100% വാട്ടർ പ്രൂഫ്. ഇത് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് അല്ലല്ലോ. ഇത് ബ്രാൻഡ് ഒന്ന് അടുത്തേക്ക് വന്ന് സൂം ചെയ്യാം. കാരണം ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡ് അല്ല, ഇന്റർനാഷണൽ ബ്രാൻഡാണ്. അതുവരെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് നമുക്ക് പറയാൻ 100% വാട്ടർ പ്രൂഫ് ആയിട്ട് വരുന്ന ജാക്കറ്റാണ് നമുക്ക് വരുന്നത്. 100% വാട്ടർ പ്രൂഫ് ആണ്. റെയിൻകോട്ടിന് പകരം യൂസ് ചെയ്യും. അത് പറയണത് വിഡിത്തരാണ്. പക്ഷെ എന്നാലും -20 ജാക്കറ്റാണ് നമുക്ക് വരുന്നത്. -20 യൂറോപ്യൻ സ്പെക് ജാക്കറ്റ്. ഇത് എന്തായാലും നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് നോക്കിയാലേ. എന്തായാലും വാട്ടർ പ്രൂഫ് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ പ്രൂഫ് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കടയാണ്, വെള്ളം ഒഴിക്കും നനയും. മക്കളെ നമ്മുടെ നേരത്തെ ബൂട്ട് മുക്കിയ ബക്കറ്റ് ഇല്ലേ, ആ ബക്കറ്റ് ഒന്ന് എടുത്തിട്ട് വരൂ. ആ ബക്കറ്റ് എവിടെയെങ്കിലും ഇരിക്കണ്ടാവും. കൊണ്ടുപോവാ. ഞാൻ ഇവിടെ സൈഡില് നമ്മളെ ബൂട്ട് മുക്കിയിട്ട് എടാ മണ്ട, ഈ സാധനത്തിൽ വെള്ളം ഒഴിക്കണമെങ്കിൽ ഇതിലേക്ക് ഗ്ലാസ് വേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും കപ്പ എന്തെങ്കിലും കൊണ്ടുപോവാ. ഇതിപ്പോ കൊണ്ടുവരാം. വെയിറ്റ് എന്തായാലും നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇത് അത് ഞാൻ ഇട്ട് നോക്കാം. ഇതിന് മുന്നേ നമുക്ക് ജാക്കറ്റിന്റെ അതെ വെള്ളം കുടിക്കുന്ന ഗ്ലാസും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വെള്ളം നമുക്ക് ഒഴിക്കാം. ഇത് ഒന്ന് സിബ് ഒന്ന് പൂട്ടിക്കോട്ടെ. ഇത് ലൈവായിട്ട് പ്രൂഫാണ് കാണിക്കുന്നത്. നമുക്ക് ഈ ബക്കറ്റിലേക്ക് തന്നെ വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകണ്ട. നമുക്ക് ചേമ്പല വെള്ളം ഒഴിക്കുന്ന പോലെ കാണത്തുള്ളൂ. അടിപൊളി പ്രൂഫ് കേട്ടോ, വാട്ടർ പ്രൂഫോട് കൂടിയിട്ട്. അപ്പോൾ വാട്ടർ പ്രൂഫ് ജാക്കറ്റ് ആണെന്ന് തെളിഞ്ഞു. ഇനി ഇത് ബക്കറ്റിൽ ഫുള്ള് ഞാൻ മുക്കുന്നില്ല. എന്തായാലും സംഭവം പൊളിച്ചു. അടിപൊളി. -20 ജാക്കറ്റാണ് നമുക്ക്. ഇതൊക്കെ എങ്ങനെയാ നമുക്ക് എപ്പോഴും ഉണ്ടാവും സംഭവം? നമുക്ക് എപ്പോഴും ഉണ്ടാവും. സൈസസ് കിട്ടുമോ? എല്ലാവർക്കും ഒരു സംശയം. നമുക്ക് ഉണ്ടാവും, കുഴപ്പമില്ല. നമുക്ക് വരുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഉണ്ടാവും സാധനം. ഇത് ഫ്രീ സൈസ് ആണോ ഈ ജാക്കറ്റ്സ് ഒക്കെ ഇരിക്കുന്നത്? എങ്ങനെയാ? എല്ലാ സൈസും നമുക്ക് സ്മോൾ തൊട്ട് നമുക്ക് ചിലതിനകത്ത് നമുക്ക് കിടപ്പുണ്ട്. ഇനി ആളാണ് വെള്ളം ഒഴിച്ചത്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെളിവ് നോക്കണ്ടേ? ഒന്ന് പിടിച്ചു. അത് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അതെ, ഈ വെള്ളം ഒന്ന് ഒഴിച്ച് കാണിച്ചോടത്. വെള്ളം പുറത്തേക്ക് പോണ ബക്കറ്റിലേക്ക് പിടിച്ചോ. നമുക്കത് പ്രൂഫ് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെളിവ് കാണിക്കണം. അല്ലെങ്കിൽ ഇവര് വല്ല ഉടായ്പാണോ കാണിക്കുന്നത് നമുക്കൊരു തെളിവ് വേണ്ട. അപ്പൊ ഇല്ലാട്ടോ, ശരിക്കും വെള്ളം പുറത്തേക്ക് പോകണത്. അപ്പൊ ആ കാര്യത്തിന് നമുക്ക് സംശയം തീർന്നു. അതിന് എന്നാ വെള്ളം കുടിക്കാൻ ഗ്ലാസ് പോയാ ആള് പോയി. അത് പോട്ടെ. അപ്പൊ ഇനി നമ്മുടെ ഗ്ലൗസ് വരുന്നുണ്ട്. വേണം ഗ്ലൗസും ടെസ്റ്റ് ചെയ്ത് നമുക്ക്. ഇത് 100% നമുക്ക് വാട്ടർ പ്രൂഫ് തന്നെയാണ്. നമുക്ക് ടച്ച് സെൻസിറ്റീവ് ആയിട്ട് വരുന്ന ഗ്ലൗസ് ആണ് നമുക്ക് വരുന്നത്. അതായത് നമുക്ക് ടച്ച് ചെയ്താൽ നമുക്ക് വർക്കാവും. അല്ല, അപ്പൊ തണുപ്പത്ത് നമുക്ക് ഇടാനായിട്ട് വേണം. നമുക്കൊരു ഐസ് ക്യൂബ് വേണം. നമുക്ക് ഐസ് ക്യൂബ്. ഓക്കെ, അതൊന്ന് സെറ്റ് ചെയ്യാം. എന്തായാലും ഇത് ഐസ് ക്യൂബ് എങ്ങനെ ഇത് ഉള്ളിലോട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇട്ട് ഞാൻ ഇട്ട് ഞാൻ തണുപ്പ് അലർജിയുള്ള ആളാട്ടാ. ഇനി നമുക്ക് നോക്കാം. ഇത് പ്രൂഫിന് വേണ്ടി ഇങ്ങനെ ഇത് വേണമെന്നുണ്ടെങ്കിൽ മേഡം ഊരി കഴിയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തണുപ്പോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നുണ്ടോ മേഡം തന്നെ നോക്കിയാൽ. കാരണം ഞാൻ ഐസ് ക്യൂബ് ആണല്ലോ വെച്ച് പോകുന്നത്. ഇനി ഈ കയ്യിലെന്ന് വെച്ചാ ഈ കൈക്ക് എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. സാധാരണ നമുക്ക് ഐസ് എന്ന് പറയുന്നത് എനിക്ക് തീരെ അലർജിയാണ്. എനിക്ക് തണുപ്പ് തീരെ പറ്റാത്ത ഒരാളാണ്. ആ സ്ഥാനത്താണ് ഞാൻ ഇവിടെ ഐസ് ക്യൂബ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. എന്താ എന്തെങ്കിലും പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്നെ കണ്ടിട്ട് തോന്നില്ല വല്ല വിഷമൊക്കെ ഉണ്ടോന്ന്. ഇതിനൊരു പ്രശ്നമില്ല കേട്ടോ. ഇത് എന്തായാലും ഇതിലിടുന്നുണ്ട്. ഇതിവിടെ വെള്ളം ഒന്നും ആയിട്ടില്ല. കണ്ട ഒരു ചെറിയ നനവ് പോലും ഇല്ല. ഇനി ഇത് ഊരി എന്റെ കൈ നനഞ്ഞുണ്ടോന്ന് നോക്കണ്ടേ? ഒരു നനൂരി വെള്ളം ഒഴിച്ച് കാണിക്കണം. അതും ഞാൻ കാണിച്ചു. അകത്തോട്ട് നമുക്ക് വെള്ളം ചേമ്പല വെള്ളം വീഴുന്ന പോലെ സാധനം തെറിച്ചു പോകും. അകത്തോട്ട് കയറത്ത് 100% നമ്മൾ ഗ്യാരണ്ടി. അടിപൊളി. ഇനി നമ്മള് ഏത് സെറ്റപ്പിലാ വന്നിരിക്കണേ? ഇതിപ്പോ കേരളത്തിൽ തന്നെയല്ല നമ്മൾ നിൽക്കുന്നത്. ഉറപ്പായിട്ടും ബ്രോങ്കയിലാണ്. കേരള ആലുവയില് കറക്റ്റ് അവിടെ തന്നെയാ. ഇപ്പൊ എനിക്കിത് കണ്ടപ്പോ ഒരു സംശയം, മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ. അപ്പൊ നമുക്ക് ആക്സസറീസിനെ കുറിച്ച് പറയണേ. ഇതല്ലാണ്ട് വേറെ എന്തൊക്കെയാ ജാക്കറ്റ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തെർമൽ നമുക്ക് വരുന്നുണ്ട്. തെർമൽ എന്ന് പറയുമ്പോൾ നമുക്ക് 799 രൂപയ്ക്ക് അപ്പർ ലോവറും കൂടെ നമുക്ക് വരുന്നത്. അപ്പർ ലോവർ 799 രൂപ മാത്രമേ നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ. റേറ്റ് കുറവുണ്ട് നമുക്ക്. കാരണം ഇതുണ്ട് തെർമലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ്. നമ്മുടെ ഇവിടെ നമുക്ക് അപ്പർ ലോവറോടെ 799 രൂപ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ക്യാപ്പ മഫ്ലർ നമ്മുടെ ജാക്കറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് മഫ്ലറും ക്യാപ്പറും വേറെ 299 രൂപ നമുക്ക് വരുന്നുള്ളൂ.
സെറ്റ് സെറ്റ് പ്രശ്നമൊന്നും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തെർമൽ സോക്സ് നമുക്ക് നോർമലി നമുക്ക് ഷൂസിനകത്തോട്ട് നമുക്ക് വരാൻ നേരത്ത് ഈ ഒരു ഫർ ഫില്ലിങ് വരുന്നത് ഇത്രയും ഫില്ലിങ് നമുക്ക് വരുന്നത് തെർമൽ സോക്സ് നമുക്ക് വരാം. അപ്പോൾ അത് നമുക്ക് വരുന്ന ഏകദേശം ഒരു 199 രൂപ റേറ്റ് നമുക്ക് ഈ ഒരു സാധനത്തിന് വരുന്നത്. 199 രൂപ. നോർമൽ അത്യാവശ്യം ബ്രാൻഡഡ് പിന്നെ നല്ല റേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് തെറ്റിട്ടൊന്നുമില്ലല്ലോ? ഒരിക്കലും നമുക്ക് തരില്ല. 159 രൂപ ഉണ്ട് വാം ബ്ലൗസ് നമുക്ക് നോർമൽ നമുക്ക് അകത്ത് ഇൻസൈഡ് യൂസ് ചെയ്യാനും നമ്മുടെ ഗ്ലൗസിനകത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും വരുന്നത് ഒരു 159 രൂപ റേറ്റ് ആണ് വരുന്നത്. റേറ്റ് മൊത്തത്തിൽ നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട്, നല്ല കുറവുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ബ്രാൻഡഡ് മേടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അത് നിങ്ങൾ ബ്രാൻഡഡ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിൽ. പിന്നെ നമുക്ക് ട്രക്കിംഗ് കാർഗോ നമുക്ക് വരുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് നമുക്ക് റേറ്റ് വരുന്നത് ഒരു 2399 രൂപ. അപ്പം ബ്രാൻഡിനനുസരിച്ച് മാറുന്നുണ്ട്. അകത്ത് ഫറിന്റെ ഫില്ലിങ് വരുന്നുണ്ട്. ഫുള്ള് നമുക്ക് വാട്ടർ പ്രൂഫ് ആയിട്ട് വരുന്ന ആർട്ടിക്കിൾ തന്നെ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കാർഗോ ആവും ചെയ്ത ഉള്ളില് ഇത് ഫറും ഉണ്ട് നമുക്ക്. അതുകൊണ്ട് എത്ര മൈസോട്ടാണ് നമുക്ക് കൊണ്ടുവന്നതിനും അതും പ്രശ്നമായിട്ടാ സാധനം. കാരണം എങ്ങനെ വേണം യൂസ് ചെയ്യാം, ട്രക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ്. അതിന് കുറെ പേരുടെ ഒരു സംശയം ഉണ്ടാവും, ഇതിപ്പോ വിന്റർ സീസൺ അല്ല, പിന്നെ എന്തിനാ ഈ വിന്ററിന്റെ സാധനങ്ങളൊക്കെ കാണിക്കണത്? പറഞ്ഞാൽ വിന്റർ നമ്മുടെ നാട്ടിലില്ലാത്തതുള്ളത്, നമ്മൾ പുറത്തേക്ക് പോകുമ്പോ വിന്റർ ആയില്ലേ അല്ലേ? അപ്പൊ ആ ഒരു സംശയം തീർക്കാൻ അല്ല കമന്റ്സ് വരും, ഇതെന്തത് ഈ ചൂട് കാലത്ത് ഈ വിന്റർ കാണിക്കണേ? അങ്ങനെയല്ല, നമുക്ക് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ. ഇനി കുറച്ച് ആക്സസറീസും കൂടി ഉണ്ടല്ലോ നമുക്കിപ്പോ ഷൂസിന്റെ. നമുക്ക് ഞാൻ അത് ആദ്യമേ കാണിക്കേണ്ടതായിരുന്നു, കാരണം അവിടെ വന്നു കഴിഞ്ഞപ്പോ. കാരണം നമുക്ക് ഷൂസ് ഇപ്പൊ ജസ്റ്റ് വേണം ഇങ്ങോട്ട് വരാമോ? നമുക്ക് ഷൂസ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ ഫോർമൽ ആണെങ്കിലും അതുപോലെ തന്നെ ക്യാഷ്വൽ ആണെങ്കിലും ഏത് രീതിയിലും രണ്ട് ഔട്ട്ഫിറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിൾ നമുക്ക് ഇങ്ങോട്ടിരിക്കുന്നത്. ഇതാണ്. ഇതിപ്പോൾ നമുക്ക് പോളിഷും വരുന്നുണ്ട് ഡബിൾ സൈഡിൽ. ഇപ്പോൾ അറ്റ് എ ടൈം നമുക്ക് രണ്ട് രീതിയിലും ഡസ്റ്റ് ക്ലിയർ ചെയ്യുകയും ചെയ്യാം, അതുപോലെ ഡസ്റ്റ് ക്ലിയർ ചെയ്യാം, അതുപോലെ തന്നെ ഫോം നമുക്ക് അത് ഫോർമൽ നമുക്ക് യൂസ് ചെയ്യുന്ന സാധനമാണ്. രണ്ടും കൂടി നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ തന്നെ പോളിഷും കാര്യങ്ങളും എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഷൂ മാത്രമല്ല അതിന്റെ ആക്സസറീസും നമുക്ക് എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. ഒരു സാധനം നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് നമുക്ക് അതിന്റെ ഫോമും കാര്യങ്ങളും എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഇതുണ്ടോ, ഇങ്ങോട്ട് നമുക്ക് ഫോമും കാര്യങ്ങളും വരുന്നുണ്ട്. ഫോം ചെയ്തിട്ട് നമുക്കത് നോർമൽ ക്യാഷ്വൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ഷൂസ് എടുത്തിട്ട് ഫോം ചെയ്യുക, നേരെ ബ്രഷ് ചെയ്യുക, വൈപ്പ് ചെയ്തോ മാത്രം മതി. സിമ്പിൾ ആണ്. ഷൂ ക്ലീൻ ചെയ്യാനായിട്ട് പുറത്തേക്കും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. വേറെ 249 രൂപ ഈ സാധനത്തിന് വരുന്നുള്ളൂ. അത്രേ ഉള്ളൂ. ആ പോളിഷ് അതിലും താഴെ വരുന്നത്. അതുകൊണ്ട് ഞാനത് പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് ഇവിടെ 100 തൊട്ടാണ് മറ്റേ ആക്സസറീസ് വെച്ച് നോക്കണത്. പിന്നെ അധികം റേറ്റും ഇല്ല. പിന്നെ ഇതൊക്കെ സെപ്പറേറ്റ്, അതായത് ഇൻസോൾ ഹാർഡായിട്ട് വരുന്നതിന് നമ്മൾ കൊടുക്കുന്ന സോളാ വരുന്നത്. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് കണ്ടു, ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സൈസിനനുസരിച്ച് ഇത് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോ ഫ്രീ സൈസ് ആണ്. ഫ്രീ സൈസാണ് വരുന്നത്. ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കാം? ഇവിടെ നമുക്ക് 40, 41, 42 സൈസ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വേണ്ട സൈസ് ഏതാണോ അവിടുന്ന് കട്ട് ചെയ്ത് കളയാൻ നേരെ യൂസ് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇപ്പം ഇങ്ങോട്ട് പോയാലും നമ്മുടെ നോർമൽ സോക്സും അല്ല നമുക്ക് വരുന്നത്. കണ്ടോ, സോക്സിൻ്റെ MRP ഇപ്പം ജസ്റ്റ് ഇതിൽ തന്നെ കിടപ്പുണ്ട്. എല്ലാത്തും ഓൾമോസ്റ്റ് കാണാം. 900 രൂപയ്ക്ക് മേളിൽ നമുക്ക് വരുന്ന സോക്സാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ ഇൻസൈഡിലോട്ട് പോയാലും ഇത് കണ്ടോ, ഞാനത് നേരത്തെ പറഞ്ഞ സോക്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റേറ്റ് ഉള്ളതാണല്ലോ ബ്രാൻഡ്. അകത്തോട്ട് നമുക്ക് വരുമ്പോഴത്തേക്ക് നല്ല സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ആർട്ടിക്കിൾ കണ്ട എത്ര പിടിച്ചാൽ അങ്ങനെയുള്ള കീറി വരുന്നത് പക്ക സാധനം നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ സോക്സസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാ സാധനവും ബ്രാൻഡഡ് തന്നെയാണ് കേട്ടോ. ഇതിനകത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഫർ വരുന്നത് ഇതുണ്ട്. ഇതിനകത്തും ഇൻസോൾ ഹാർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇത് വരുന്നത് കണ്ടോ, അതുകൊണ്ട് നമുക്ക് സോഫ്റ്റ്നെസ് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതല്ല നമ്മൾ അപ്പൊ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതായത് ഇത്രയൊക്കെ സ്റ്റോക്കാണ്, എത്ര വേണമെങ്കിലും എടുക്കാം. അവിടെ ഒരു പീസ് വെച്ചു മാത്രമല്ല, ആ ജാക്കറ്റിന്റെ അങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ബില്ലിങ്ങിൽ എപ്പോ നോക്കിയാലും ഒരു തിരക്കുണ്ടല്ലേ? എത്ര മണി തൊട്ട് എത്ര മണി വരെ? നമ്മൾ രാവിലെ നമ്മളൊരു 10 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, വൈകിട്ട് 10 മണി വരെ. അപ്പൊ ശരിക്കും നമ്മളിപ്പോ നിൽക്കുന്നത് ആലുവ. ഇത് കൂടാണ്ട് ഇവർക്ക് 4-5 ഷോപ്പ് വേറെ ഉണ്ട്. അപ്പൊ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പൊ ഈ ഓഫേഴ്സ് ഇന്ന് കഴിയും നാളെ കഴിയും അങ്ങനെയല്ല, എപ്പോഴും ഉണ്ട്. പക്ഷെ നാളേക്ക് വെക്കരുത്, ഇന്നേക്ക് ഇന്ന് അല്ലെ, ഇന്ന് പോകുന്നുള്ളത്. ഈ പെട്ടിയാണ് മേടിച്ചത്. ഇതാണല്ലോ നമ്മുടെ കുട്ടി കുട്ടി എന്ന് പറഞ്ഞു ഓടി. അപ്പൊ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. ഇനി നമ്മുടെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച്? ഞാൻ പറയല്ലോ, നമ്മുടെ എല്ലാ ഇതിനകത്തും ഒരു കമന്റ് സെക്ഷനിൽ വരുന്നൊരു കാര്യമാണ് നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ. കാരണം അവരേത് വന്നിട്ടാണോ ഇടുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം നമുക്കിവിടെ വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധനം എന്തായാലും ഉണ്ട്. കാരണം ഒരു സൈസിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സെയിം സോക്സ് തന്നെയാണെന്നുണ്ടെങ്കിൽ ആ സെയിം സോക്സ് നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ കിട്ടുന്നില്ല. പക്ഷേ അതിൻ്റെ കളർ വേണ്ടി നമുക്ക് ഉണ്ടാവും. ഇതേ ഉള്ളൂ. ഫാക്ടറിയിൽ നിന്ന് വരുന്ന ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നത് ഡയറക്റ്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്യൂമയുടെ ഷൂ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 4000 രൂപ 5000 രൂപ ആവും.
ആ പൈസക്ക് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 എണ്ണം എന്തായാലും ഞാൻ കൊണ്ടുപോകും. അത് ഞാൻ ഗ്യാരണ്ടി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് സർപ്ലസ് ആണ്. ഇതായത് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരുന്ന സംഭവമല്ല. നമ്മൾ സ്വന്തം ഫാക്ടറിയിലോ നമ്മൾ യൂണിറ്റിലോ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒന്നല്ല ഇവിടെ ഇരിക്കുന്നത് മൊത്തം സർപ്ലസ് ബ്രാൻഡഡ് ഐറ്റം, അതും കോപ്പി അല്ല, പ്യുവർ സംഭവം. അതും ആർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ 2026 ആണെങ്കിൽ ചിലപ്പോൾ 2025 ആർട്ടിക്കൽസ് ആയിരിക്കും. 26 ഒന്നും കാണില്ല, ഒക്കെ 25 അല്ലെങ്കിൽ അങ്ങനെയും വരാം. കാരണം നമുക്ക് ഔട്ട് ഡിപ്പെൻസ് ആണ്. അപ്പൊ അങ്ങനത്തെ സംഭവം ആയിരിക്കും. അല്ലെങ്കിൽ അവരുടെ കട്ട് പീസ് അവർക്ക് ഷോറൂമിൽ വെക്കാൻ പറ്റുക ഒന്നും വേണ്ട. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു സോക്സിന്റെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇതിപ്പോ ഈ ഒരു കറക്റ്റ് കണ്ടോ, ഈ ഒരു ലൈൻ കാര്യങ്ങൾ ഇതിന്റെ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായാൽ മതി. അപ്പൊ ഫാക്ടറി അവിടെ റിജക്ട് ചെയ്ത സംഭവങ്ങളും ഡയറക്റ്റ് നമുക്ക് കയറി വരും. അപ്പൊ അങ്ങനെ ആയാലും സെയിം ബ്രാൻഡ് അത് തന്നെയാണ്, ക്വാളിറ്റിയും അത് തന്നെയാണ്, റേറ്റ് മാത്രം വ്യത്യാസം വരുന്നുള്ള. റേറ്റ് നമുക്ക് അത്രയും ചീപ്പ് റേറ്റിന് കിട്ടുമ്പോൾ ബ്രാൻഡഡ് എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചുകൂടാ അല്ലേ? ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ മാനേജറാണ്, പേര് മറന്നുട്ടാ, സുബിൻ. ബ്രാൻഡാണ് ഇപ്പൊ പേര്. അപ്പൊ എല്ലാരും വന്ന് നോക്കാം. സൺഡേ എങ്ങനെയാ ഓപ്പൺ ആണ്? 365 ദിവസം ഓപ്പൺ ആണ്. 365 ദിവസം ഓഫറും ഉണ്ട്. 399 രൂപയ്ക്ക് ഷർട്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻ. അപ്പൊ നമ്മുടെ ഷോറൂമിന്റെ പേര് വരുന്നത് ബ്രോങ്കോ ഫാക്ടറി ഔട്ട്ലെറ്റ്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.